നമസ്കാരം. മൈ റേഡിയോ 90 FM അവതരിപ്പിക്കുന്ന ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. SSLC പരീക്ഷയോടനുബന്ധിച്ച് പാഠഭാഗങ്ങളുമായി ഒരു വിശദമായ ചർച്ച നടത്തുകയാണ് ഇവിടെ നമ്മുടെ ഉദ്ദേശം. അതിനായി ഞാൻ എത്തിയിരിക്കുന്നു പൂങ്കുന്നം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും ഡോക്ടർ മഞ്ജു സി. എൻ്റെ ഒപ്പം എൻ്റെ വിദ്യാർത്ഥിയായ നിഹാൽ എത്തിയിട്ടുണ്ട്. നിഹാലും ഞാനും കൂടിയാണ് കുറച്ച് സമയം നിങ്ങളോട് പാഠഭാഗങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത്. നിഹാലിനെ പരിചയപ്പെടുത്താം. എൻ്റെ പേര് മുഹമ്മദ് നിഹാൽ ബാബു. ഞാൻ GHS പൂങ്കുന്നം സ്കൂളിലെ SLC വിദ്യാർത്ഥിയാണ്. അപ്പോൾ നമുക്ക് ആരംഭിക്കാം അല്ലേ? ആദ്യ പരീക്ഷ തന്നെ മലയാളമാണെന്ന് എല്ലാവർക്കും അറിയാം. SSLC പരീക്ഷയെ കാത്തിരിക്കുന്ന ഓരോ വിദ്യാർത്ഥിയും ആദ്യമായി എഴുതുന്നത് മലയാള പരീക്ഷയാണ്. മലയാള പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം ഒരു ആശങ്ക എല്ലാവർക്കും ഉണ്ടായിരിക്കും. കാരണം ആദ്യ പരീക്ഷയാണ്, അതെങ്ങനെ എഴുതണം, അത് കൃത്യസമയത്ത് തീരുമോ എന്നിങ്ങനെയുള്ള ചില ആശങ്കകൾ ചിലർക്കെങ്കിലും ഉണ്ടാകും. എന്നാൽ ഒട്ടും ഭയപ്പാടില്ലാതെ നമുക്ക് പരീക്ഷയെ അഭിമുഖീകരിക്കാം. കാരണം ഏറ്റവും കൂടുതൽ ആത്മവിശ്വാസം നൽകുന്ന പരീക്ഷ മലയാളമാണ്. നിഹാലിന് അങ്ങനെയല്ലേ? അല്ലേ? ഏറ്റവും അധികം ആത്മവിശ്വാസം നൽകുന്ന പരീക്ഷയാണ് മലയാളം. കാരണം നമ്മൾ അതിലെ പാഠഭാഗങ്ങളൊക്കെ തന്നെ വളരെ കൃത്യമായും വ്യക്തമായും പഠിച്ചിട്ടുണ്ട്. ഓക്കെ അല്ലേ? ശരിയാണ്. നമുക്ക് ആ പാഠഭാഗങ്ങളിലൂടെ ഒന്ന് കടന്നു പോകാം. ഇനി വളരെ കുറച്ച് ദിവസം മാത്രമേ പരീക്ഷയ്ക്കായുള്ളൂ. പരീക്ഷ എങ്ങനെ അടുത്തു വരുന്തോറും നിഹാലിന് എന്തെങ്കിലും ഒരു ടെൻഷൻ ഉണ്ടോ, ഭയമുണ്ടോ? ചെറുതായിട്ട്. അപ്പോൾ ഭയം ഒക്കെ മാറ്റി വെച്ചുകൊണ്ട് പരീക്ഷയെ നമുക്ക് നേരിടാം. കാരണം ആദ്യ പരീക്ഷ നൽകുന്ന ആത്മവിശ്വാസം എന്ന് പറഞ്ഞാൽ അത് വളരെ വലുതാണ്. കാരണം നമുക്ക് 3-ാം തീയതി മുതൽ 27-ാം തീയതി വരെ നീളുന്ന വലിയൊരു പരീക്ഷാ ടൈമാണ്. ആ പരീക്ഷാ സമയത്ത് നമ്മൾ ഓരോ പരീക്ഷയെയും കൃത്യമായി നേരിടണമെങ്കിൽ ആദ്യ പരീക്ഷ നന്നായി തന്നെ എഴുതണം. അപ്പോൾ അതേ ആത്മവിശ്വാസത്തോടു കൂടി അവസാന പരീക്ഷ വരെ നമ്മൾ മുന്നേറേണ്ടതുണ്ട്. അപ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ട വിഷയം നിഹാലിന് ഏതാണ്? മാത്സ് ആണ്. മാത്സ് പാഠഭാഗങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞു. എന്താണ് മലയാള പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ ഇതുവരെ നേരിടേണ്ടി വരുന്ന ഒരു പ്രയാസം എന്താണ്? അത് 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ സമയം കിട്ടുന്നില്ല എഴുതി തീർക്കാനായിട്ട്. ഇതെല്ലാവർക്കും ഉള്ളൊരു പ്രശ്നമാണ്. കാരണം 6 മാർക്കിൻ്റെ ചോദ്യങ്ങൾ എങ്ങനെ എഴുതണമെന്ന് ഒരു തിരിച്ചറിയുക നമ്മുടെ എല്ലാ കുട്ടികളും പറയാറുള്ളൊരു കാര്യമാണ്. 2 ചോദ്യത്തിന് ഉത്തരം എഴുതണം അല്ലേ? എത്ര ചോദ്യം ഉണ്ടായിരിക്കും 6 മാർക്കിൻ്റെ? 3 ചോദ്യം 6 മാർക്കിൻ്റെ ഉണ്ടായിരിക്കും. ആ 3 ചോദ്യത്തിൽ 2 എണ്ണത്തിന് ഉത്തരം എഴുതണം. അപ്പോൾ 12 മാർക്കിൻ്റെ ചോദ്യങ്ങൾ ആ അവസാന ഉപന്യാസ ഭാഗത്തു നിന്നാണ് വരാറുള്ളത്. അതിൽ എന്താണ് നേരിടേണ്ടി വരുന്ന പ്രശ്നം? സമയത്ത് എഴുതി തീരാകുകയാണ്. കാരണം നമ്മുടെ മലയാള പരീക്ഷയുടെ സമയം എത്ര മണിക്കൂറാണ്? 1.5 മണിക്കൂർ നീളുന്ന മലയാള പരീക്ഷ. അതിൽ കൂൾ ഓഫ് ടൈം ഉണ്ട് അല്ലേ? നമുക്ക് സമാശ്വാസ സമയമായിട്ട് 15 മിനിറ്റ് നൽകുന്നുണ്ട്. ആ 15 മിനിറ്റ് എന്ത് ചെയ്യും? ചോദ്യങ്ങൾ നന്നായി വായിച്ചു നോക്കാനും ഇതിൽ ഏതേത് ഉത്തരങ്ങളാണ് ഞാൻ എഴുതേണ്ടത് എന്ന് തിരിച്ചറിയാനുമുള്ളൊരു സമയമായിട്ടാണ് ആദ്യ 15 മിനിറ്റ്. അപ്പോൾ ആ ചോദ്യങ്ങൾ മുഴുവൻ വ്യക്തമായും വായിച്ചു നോക്കണം. വായിച്ചു നോക്കി എനിക്ക് ഏറ്റവും കൂടുതൽ ആത്മവിശ്വാസത്തോടു കൂടി ഏത് ചോദ്യത്തിന് ഉത്തരം എഴുതാൻ കഴിയുമെന്ന് നമ്മൾ തീർച്ചപ്പെടുത്തുന്ന ഒരു സമയമാണ് ഏത്? ആദ്യ സമാശ്വാസ സമയമായ 15 മിനിറ്റ്. ആ സമയത്ത് നമ്മൾ എഴുതി തുടങ്ങാൻ പാടില്ല അല്ലേ? ആ സമയം നമ്മളിത് വായിച്ചു നോക്കാൻ മാത്രം ഇരിക്കേണ്ടതാണ്. അതിനുശേഷമുള്ള 1.5 മണിക്കൂറാണ് നമുക്ക് ഇതിനു വേണ്ടിയുള്ളത്, എഴുതാനുള്ള സമയം എന്ന് പറയുന്നത്. ആ എഴുതാനുള്ള സമയത്ത് 2 ഉപന്യാസ ചോദ്യങ്ങൾ എഴുതണം. അതുപോലെ തന്നെ 4 മാർക്കിൻ്റെ ചോദ്യങ്ങൾ ഉണ്ടല്ലോ. 4 മാർക്കിൻ്റെ 5 ചോദ്യങ്ങൾ എഴുതണം. പിന്നെ 2 മാർക്കിൻ്റെ 3 ചോദ്യങ്ങൾ തരും. അതിൽ 2 ചോദ്യങ്ങൾ എഴുതണം. പിന്നെ 1 മാർക്കിൻ്റെ 5 ചോദ്യം. അതിൽ 1 മാർക്കിൻ്റെ 5 ചോദ്യങ്ങളിൽ 4 എണ്ണത്തിനും കൂടി ഉത്തരം എഴുതണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമ്മൾ കൃത്യസമയത്ത് നമുക്ക് പൂർത്തീകരിക്കാം. ഇതിൽ ഒരു ചോദ്യത്തിന് ഉത്തരം എഴുതാൻ സാധിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും? അതിൻ്റെ മൊത്തത്തിൽ ആ മാർക്കുകൾ നമ്മുടെ സ്കോറിൽ നിന്നും നഷ്ടപ്പെടുകയാണ്. അതുകൊണ്ട് സമയം കൃത്യതപ്പെടുത്തി വേണം അത് എഴുതാനായിട്ട്. അപ്പോൾ 6 മാർക്കിൻ്റെ ചോദ്യം, ഇപ്പോൾ ചില കുട്ടികളെ സംബന്ധിച്ച്
6 മാർക്കിൻ്റെ ചോദ്യം ഏറ്റവും അവസാനമാണെങ്കിലും ചിലർ ആത്മവിശ്വാസത്തോടു കൂടി എഴുതാനായിട്ട് ആദ്യം 6 മാർക്കിൻ്റെ ചോദ്യം എഴുതാറുണ്ട്. ചിലപ്പോൾ നമുക്ക് ഇപ്പോൾ ഉദാഹരണമായിട്ട് ടീച്ചർ ഒരു ചോദ്യം പറയാം. കടൽ തീരത്ത് എന്ന കഥ ആരുടെയാണ്? ഒ വി വിജയൻ. ഒ വി വിജയൻ്റെ കടൽ തീരത്ത് എന്ന കഥയിലെ കഥാപാത്രമുണ്ട്. വെള്ളായിയപ്പൻ എന്നാണ് കഥാപാത്രത്തിൻ്റെ പേര്. അപ്പോൾ ഈ വെള്ളായിയപ്പനെ കുറിച്ച് എന്ത് ചോദ്യം വരാം? കഥാപാത്ര നിരൂപണം വരാം. കഥാപാത്ര നിരൂപണം, വെള്ളായിയപ്പൻ്റെ കഥാപാത്ര നിരൂപണം നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് അതിന് ഉത്തരം എഴുതുക? 6 മാർക്കിൻ്റെ ചോദ്യമാണ്. ഇപ്പം നിഹാൽ പറഞ്ഞു 6 മാർക്കിൻ്റെ ചോദ്യം എഴുതാനായിട്ട് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാറുണ്ട്, ഉപന്യാസം എഴുതുമ്പോൾ പ്രശ്നങ്ങളുണ്ടെന്ന്. എങ്ങനെയാണ് അത് എഴുതുക? ആദ്യം ആരെഴുതിയെന്ന് എഴുതിയിട്ട് ഏത് പാഠത്തിത്തെ കഥാപാത്രമാണെന്ന് എഴുതുക. എന്നിട്ട് സ്വഭാവ സവിശേഷതകൾ എഴുതുക. അപ്പോൾ ആദ്യം പറഞ്ഞു ഏതാണ് കഥ നമ്മൾ പറഞ്ഞു. എങ്ങനെയാണ് അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് നമ്മൾ എഴുതി തുടങ്ങുക? എങ്ങനെയായിരിക്കും? ഒ വി വിജയൻ എഴുതിയ കടൽ തീരത്ത് എന്ന കഥയിലെ കേന്ദ്ര കഥാപാത്രമാണ് വെള്ളായിയപ്പൻ. വെള്ളായിയപ്പൻ എന്ന കഥാപാത്രത്തെ കുറിച്ച് പറഞ്ഞു. ഇനി വെള്ളായിയപ്പൻ ഏത് സ്ഥലത്തുള്ള ആളാണ്? പാഴുതറ എന്ന ഗ്രാമത്തിൽ നിന്നുമാണ് വെള്ളായിയപ്പൻ, അല്ലേ? നമ്മൾ പരിചയപ്പെടുന്നത് ആ പാഴുതറ എന്ന ഗ്രാമവും പാഴുതറ എന്ന ഗ്രാമത്തിൽ നിന്നും വെള്ളായിയപ്പൻ്റെ ഒരു സഞ്ചാരവുമാണ്. നമ്മൾ ആ സഞ്ചാരം മനസ്സിലേക്ക് ഓർമ്മ വരുന്നുണ്ടോ നിഹാലിന്? പാഴുതറ എന്ന ഗ്രാമത്തിലൂടെ അതിൻ്റെ ഇടവഴികളിലൂടെ തൻ്റെ മകനെ കാണാനായിട്ട് പോകുന്ന വെള്ളായിയപ്പൻ. അപ്പോൾ ആ ഗ്രാമവാസികൾ മുഴുവൻ വെള്ളായിയപ്പന് യാത്രയാക്കുന്നുണ്ട്, അല്ലേ? അതിൽ പറയുന്നൊരു പ്രത്യേക വാചകം നമുക്ക് ഓർക്കാം. കാരണം വെള്ളായിയപ്പൻ്റെ കൂടെ ആ ഗ്രാമം മുഴുവൻ, അല്ലേ? നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, അല്ലേ? ആ ഗ്രാമം മുഴുവൻ വെള്ളായിയപ്പൻ്റെ കൂടെയുണ്ട്. അതിൽ ചില വെള്ളായിയപ്പൻ മറ്റുള്ളവരെ കാണുന്ന ചില സന്ദർഭങ്ങളുണ്ട്, അല്ലേ? വെള്ളായിയപ്പൻ്റെ വാക്കുകൾ എങ്ങനെയായി മാറുന്നു? വളരെ ചുരുങ്ങിയ വാക്കുകളിൽ നീലിയേ എന്നൊന്ന് വിളിക്കുന്നുണ്ട്. വഴിയിൽ കാണുമ്പോൾ നീലി മണ്ണാത്തി വരുന്നു, നീലിയേ എന്നൊരു വിളിയുണ്ട്. തിരിച്ച് വെള്ളായിയപ്പ, അല്ലേ? ഇങ്ങനെ 2 പേരുടെ മൗനങ്ങൾ, 2 വിളികൾ. ആ വിളിയുടെ അപ്പുറത്തേക്ക് കുറേ സംഭാഷണം നടത്തുന്നുണ്ട്. പക്ഷെ സംഭാഷണം അവിടെ കേൾക്കുന്നുണ്ടോ? സംഭാഷണമായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല. പക്ഷേ നമ്മൾ 2 പേരും, ഇപ്പം ഞാൻ പറയണേ നിഹാലേ അല്ലെങ്കിൽ ടീച്ചറേ എന്ന് വിളിക്കുമ്പോൾ നമ്മുടെ ഈ 2 പേരുടെയും വർത്തമാനങ്ങൾക്കിടയിൽ ആ സങ്കടത്തിൻ്റെ ഒരു ദൈർഘ്യം, അതാണ് അവിടെ സംഭാഷണങ്ങളായിട്ട് മാറുന്നത്. അപ്പോൾ വെള്ളായിയപ്പൻ എന്ന കഥാപാത്രത്തിൻ്റെ സൂക്ഷ്മമായിട്ടുള്ള നിരീക്ഷണം നമുക്ക് അവിടെ നടത്താനായിട്ട് സാധിക്കും. കാരണം അത്രയും സങ്കടങ്ങൾ കൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിയാണ് വെള്ളായിയപ്പൻ. എന്തോ വലിയൊരു ദുഃഖം പേറിക്കൊണ്ടാണ് വെള്ളായിയപ്പൻ്റെ യാത്ര. ആ യാത്രയിൽ ഈ ദുഃഖം എന്താണെന്ന് അറിയുന്നവരായിരിക്കണം ആ കൂടെയുള്ളവരെല്ലാം. അവരെല്ലാവരും വളരെ നിശബ്ദമായി, എന്നാൽ വളരെ സഹതാപത്തോടു കൂടെ ചെല്ലാൻ പറ്റില്ലെങ്കിൽ പോലും വെള്ളായിയപ്പൻ്റെ കൂടെ പോകുന്നു എന്ന അർത്ഥത്തിലാണ് അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. കാരണം നമ്മൾ കൂടെ പോകണമെന്ന് ആഗ്രഹിച്ചാലും ചില സമയത്ത് കൂടെ പോകാൻ സാധിക്കില്ല, അല്ലേ? അത് കഴിഞ്ഞ് വെള്ളായിയപ്പൻ്റെ യാത്ര തുടർന്ന് വെള്ളായിയപ്പൻ തീവണ്ടി ആപ്പീസിലേക്ക് പോകുന്ന രംഗമുണ്ട്. അവിടെ പരിഹസിക്കുന്നുണ്ട്. ആ ചില അപരിചിതരുടെ സംഭാഷണങ്ങൾ വെള്ളായിയപ്പൻ്റെ കഴുത്തിൽ കൊലക്കയറായി മാറുന്നു എന്ന് പറയുന്ന സന്ദർഭം ഓർമ്മയുണ്ടോ? അത് വെള്ളായിയപ്പൻ എന്തുകൊണ്ടാണ് കൊലക്കയറായി മാറുന്നു എന്ന് പറയാൻ കാരണം? വിഷമം. കാരണം ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാനുള്ള മാനസികാവസ്ഥ വെള്ളായിയപ്പനില്ല. കാരണം അത്രയും സങ്കടങ്ങൾ പേറിക്കൊണ്ടുള്ള യാത്രയാണ്. ഏറ്റവും അവസാനം ആ ഭാഗത്തുനിന്ന് ഇങ്ങനെ നമ്മൾ കഥയിലൂടെ, കാരണം മുഴുവൻ കഥ പറയാൻ നമുക്ക് സമയമില്ലാത്തത് കൊണ്ട് നമ്മൾ ചുരുക്കി വേണം ആ ഉപന്യാസത്തിന് ഉത്തരം എഴുതാൻ. പിന്നെ അവിടെ നിന്ന് പോകുമ്പോൾ പ്രധാനമായിട്ട് എഴുതേണ്ട ഒരു പോയിന്റ് ഉണ്ട്. എന്താണ്? വെള്ളായിയപ്പൻ കൊണ്ടുപോകുന്ന പൊതിച്ചോറ്, അല്ലേ? ആ പൊതിച്ചോറ് ആര് കൊടുത്തുവിട്ടതാണ്? ഭാര്യ കൊടുത്തുവിട്ട പൊതിച്ചോറ്, കോടച്ചി കൊടുത്തുവിട്ട പൊതിച്ചോറ്. അത് ഏറ്റവും അവസാനം ബലിച്ചോറായി മാറുന്ന രംഗം. പൊതിച്ചോറ് ബലിച്ചോറായി. എങ്ങനെയാ പൊതിച്ചോറ് ബലിച്ചോറായി മാറുന്നത്? മകന്റെ മരണം. മകന്റെ പേര് കണ്ടുണ്ണിയാണ്, അല്ലേ? കണ്ടുണ്ണി എന്ന മകൻ ഏതോ, അതിൻ്റെ കൃത്യമായിട്ടുള്ള കാരണങ്ങളൊന്നും നമുക്ക് അറിയാൻ പറ്റുന്നില്ല. പക്ഷേ നാടിനു വേണ്ടിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നന്മയ്ക്കു വേണ്ടി പോരാടിക്കൊണ്ട് ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്ന മകന് വധശിക്ഷ ഏറ്റുവാങ്ങിക്കൊണ്ട് മാറുന്ന, വധശിക്ഷ ഏറ്റുവാങ്ങിയ ആ ശരീരം ഏറ്റുവാങ്ങുന്ന അച്ഛനെയാണ് കാണുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ ആ വെള്ളായിയപ്പൻ്റെ കഥാപാത്ര നിരൂപണത്തിൽ വരണം. അപ്പോൾ നമ്മൾ പഠിക്കുമ്പോൾ ചെയ്യേണ്ട ഒരു പ്രധാന കാര്യം എന്താണ്? വെള്ളായിയപ്പൻ എന്ന ഒരു സർക്കിൾ വരയ്ക്കുക, അതിൻ്റെ നടുവിൽ വെള്ളായിയപ്പൻ എന്നുള്ള പേരെഴുതുക. ഈ വെള്ളായിയപ്പനെ സംബന്ധിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചുറ്റിലും നമ്മൾ
വരച്ചു, ഒരു പദസൂര്യൻ പോലെ വരച്ചു വയ്ക്കുക. പഠിക്കാൻ പരീക്ഷാ പേപ്പറിൽ അങ്ങനെയല്ല വേണ്ടത്, നമ്മൾ പഠിച്ചെടുക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, അത്തരത്തിലുള്ള ഒരു പദസൂര്യൻ വെച്ച് കഴിഞ്ഞാൽ ഓരോരോ പോയിൻ്റായിട്ട് നമുക്ക് മനസ്സിൽ ഓർമ്മ വരികയും എഴുതി തീർക്കാൻ പറ്റുകയും ചെയ്യും. പിന്നെ അതുപോലെ കഥാപാത്ര നിരൂപണം വരുമ്പോൾ ഏറ്റവും ഒരു ഉപന്യാസം എഴുതുമ്പോൾ 3 പാരഗ്രാഫായിട്ട് എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം ഒരു ഫുൾ ഷീറ്റാണ്, അതിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടാവും ഒരു പുറത്തിൽ കവിയാതെ ഉത്തരം എഴുതുക എന്ന്. അപ്പോൾ ഒരു പുറത്തിൽ കവിയാതെ ഉത്തരം എഴുതുക എന്ന് പറഞ്ഞാൽ നമ്മൾ ചില കുട്ടികൾ എന്ത് ചെയ്യും, ആവേശം കൊണ്ട് 2 പുറമൊക്കെ എഴുതാൻ പോകും. അപ്പോൾ എന്താ ചെയ്യുക, ടൈം നഷ്ടപ്പെടും, നമ്മുടെ ഒരു ചോദ്യം എഴുതാൻ സമയം ഉണ്ടാവില്ല. അപ്പോൾ കൃത്യമായി ഒരു പുറത്തിൽ തന്നെ ഉത്തരം എഴുതാൻ ശീലിക്കുക. 6 മാർക്കിൻ്റെ ചോദ്യം എത്ര, ഒരു പുറത്തിൽ ഉത്തരം എഴുതുക. അതിന് നമുക്ക് എത്ര സമയം എടുക്കാൻ പറ്റും ഒരു ഉപന്യാസ ചോദ്യത്തിന്? നമ്മൾക്ക് 1.5 മണിക്കൂറാണ് ടോട്ടൽ ടൈം. എത്ര സമയം എടുക്കാൻ പറ്റും? ഒരു 15 മിനിറ്റ്. ഓക്കെ, 15 മിനിറ്റ് സമയം നമ്മുടെ ഒരു ഉപന്യാസത്തിന് നമുക്ക് എടുക്കാം. അപ്പോൾ നമ്മളിപ്പോൾ തയ്യാറെടുക്കുമ്പോൾ അങ്ങനെ വേണം തയ്യാറെടുക്കാനായിട്ട്. ഒരു ഉപന്യാസം എഴുതാൻ 15 മിനിറ്റ് കൊണ്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ? കുറേ ചോദ്യങ്ങളുണ്ട് അല്ലേ? ഇപ്പോൾ ഈ ചോദ്യം മാത്രമല്ല, ഒരുപാട് ചോദ്യങ്ങൾ നമുക്കുണ്ട് അല്ലേ? വേറെ ഏതെങ്കിലും ചോദ്യം മനസ്സിൽ വരുന്നുണ്ടോ? യുദ്ധത്തിന്റെ പരിണാമം. യുദ്ധത്തിനെ പറ്റിയിട്ടുള്ള ഒരു പക്ഷേ എഡിറ്റോറിയൽ ചോദിക്കാം. ഈ കാലഘട്ടത്തിൽ അതിൻ്റെ വർത്തമാനകാല പ്രസക്തി ചോദിക്കാം അല്ലേ? അതൊക്കെ നമുക്ക് എഴുതി വയ്ക്കണമെങ്കിൽ നമ്മൾ ഒരു പുറത്തിൽ കവിയാത്ത രീതിയിൽ ഉത്തരം എഴുതി ശീലിക്കണം. പിന്നെ ചില ചോദ്യങ്ങൾക്ക് സ്വന്തമായ കാഴ്ചപ്പാട് കൂടി അവതരിപ്പിക്കാൻ പറയും. നിങ്ങളുടെ അഭിപ്രായം, നിങ്ങളിതിനോട് യോജിക്കുന്നുണ്ടോ, നിങ്ങളുടെ അഭിപ്രായം വ്യക്തമാക്കുക എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായം കൂടെ വ്യക്തമാക്കിയിട്ട് വേണം ആ ചോദ്യത്തിൻ്റെ ഉത്തരം എഴുതാൻ. അപ്പോൾ ഒരു ഇൻട്രൊഡക്ഷൻ വേണം, അത് കഴിഞ്ഞിട്ട് അതിൻ്റെ പ്രധാന ഭാഗങ്ങൾ എഴുതണം 2ാമത്തെ പാരഗ്രാഫിൽ, 3ാമത്തെ പാരഗ്രാഫിൽ അതിൻ്റെ ഒരു ഉപസംഹാരം, ഒരു കൺക്ലൂഷൻ. 3 ഘട്ടമായിട്ടാണ് അത് നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ എഴുതിക്കോളൂല്ലോ. അപ്പോൾ ഭയക്കേണ്ടതുണ്ടോ 6 മാർക്കിൻ്റെ ചോദ്യത്തെ? ഇല്ല, നല്ല രീതിയിൽ നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. ഇനി പാഠഭാഗങ്ങളെ സംബന്ധിച്ചുള്ള ചർച്ചയിൽ ഏറ്റവും ബുദ്ധിമുട്ട് തോന്നിയത് മലയാളത്തിൽ ഏത് പാഠമാണ്? യുദ്ധത്തിന്റെ പരിണാമം. അതാണ് ഉപന്യാസം ചോദിച്ചപ്പോൾ യുദ്ധത്തിന്റെ പരിണാമം പറഞ്ഞത് അല്ലേ? യുദ്ധത്തിന്റെ പരിണാമം എന്ന പാഠം അല്ലേ? ആ യുദ്ധത്തിന്റെ പരിണാമം എന്ന പാഠം ആരെഴുതിയതാ? കുട്ടിക്കൃഷ്ണ മാരാർ എഴുതിയ യുദ്ധത്തിന്റെ പരിണാമം അല്ലേ? യുദ്ധത്തിന്റെ പരിണാമം എന്ന് പറയുന്നത് ശരിക്കും എന്ത് വിഭാഗത്തിൽപ്പെടുന്ന കൃതിയാണ്? ഭാരത പര്യടനം എന്ന ഒരു കൃതിയിൽ നിന്നും എടുത്തിട്ടുള്ളതാണ് അല്ലേ? ഒരു നിരൂപണ ദൃഷ്ടിയിലുള്ള നിരൂപണ കൃതിയായിട്ട് വേണം നമ്മളതിനെ പരിചയപ്പെടുത്താൻ. ഭാരത പര്യടനം എന്താ, അതിൻ്റെ ആ ഒരു അർത്ഥം തന്നെ എന്താ? മഹാഭാരത യുദ്ധത്തിലൂടെയുള്ള ഒരു യാത്ര അല്ലേ? അങ്ങനെ തന്നെയല്ലേ നമ്മൾ അത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. ആ ഒരു യുദ്ധം കഴിഞ്ഞ് വരുന്ന സന്ദർഭം അല്ലേ? എങ്ങനെയാണ് അത് വരുന്നത്? എന്ത് കാര്യത്തിൽ ആ പാഠം തുടങ്ങുന്നത് എങ്ങനെയാണ്? അതിൻ്റെ മുഴുവൻ ഭാഗം പഠിക്കാനില്ല, നമുക്ക് പഠിക്കാനുള്ള ഭാഗം എങ്ങനെയാണ് തുടങ്ങുന്നത്? ദുര്യോധനൻ വീണ് കിടക്കുകയാണ്. ദുര്യോധനൻ എങ്ങനെയാണ് അതിൻ്റെ തുടക്കം വരുന്നത്? യുദ്ധത്തിൻ്റെ ഒരു കറ പേറിക്കൊണ്ടാണ് ആരവിടെ കിടക്കുന്നത്? ദുര്യോധനൻ കിടക്കുന്നത്. അപ്പോൾ ദുര്യോധനൻ്റെ ആ കിടപ്പിൽ അയാൾ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈ യുദ്ധം എങ്ങനെയുള്ള യുദ്ധമായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഒരു നിബന്ധന വെച്ചിരുന്നു, യുദ്ധം എങ്ങനെയുള്ളതാവണം? കുറ്റമറ്റ ധർമ്മയുദ്ധം എന്നാണ് പറയുന്നത്. കുറ്റമറ്റ ധർമ്മയുദ്ധം എന്നുവെച്ചാൽ ചില കാര്യങ്ങൾ, ചില നിബന്ധനകൾ വെക്കുന്നുണ്ട് അല്ലെ? ഏതെങ്കിലുമൊക്കെ ഓർമ്മയുണ്ടോ നിബന്ധനകൾ വെച്ചതിൽ? ആയുധമില്ലാത്തവനെ ഉപദ്രവിക്കരുത്, പിന്നെ പിന്നിൽ നിന്നും ഉപദ്രവം വരുത്, പിന്നെ കാലാളിനോടും ഗജാശ്വരഥങ്ങളിൽ ഇരിക്കുന്നവർ അതാത് ആളുകളോടും മാത്രമേ യുദ്ധം ചെയ്യൂ. കുറേ നിബന്ധനകൾ അതിൽ പറയുന്നുണ്ട് അല്ലേ? ഫസ്റ്റ് പാരഗ്രാഫ് തന്നെ ആ യുദ്ധത്തിൻ്റെ കുറ്റമറ്റ ധർമ്മയുദ്ധമാവാൻ എങ്ങനെ പറ്റും എന്നുള്ള കാര്യമാണ്. അപ്പോൾ കുറ്റമറ്റ ധർമ്മയുദ്ധം ആവണമെങ്കിൽ ഇന്ന കാര്യങ്ങളൊക്കെ വേണമെന്ന് പറഞ്ഞുകൊണ്ട് അവസാനം എന്തുണ്ടാവുന്നു? അത് ധർമ്മയുദ്ധം അല്ലാതായി പോകുന്നു. അതിനൊരു എക്സാമ്പിൾ നമുക്ക് പറയാൻ പറ്റുമോ? ധർമ്മയുദ്ധം അല്ല എന്ന് പറഞ്ഞിട്ട് ഒരു ഉദാഹരണം നമ്മൾ ആ പാഠഭാഗത്തിൽ പറയുന്നുണ്ടല്ലോ. അശ്വത്ഥാമാവ് അച്ഛനെ ദ്രോണര് അല്ലേ? അശ്വത്ഥാമാവിന്റെ അച്ഛനാരാണ്? ദ്രോണരെ വീഴ്ത്തുന്ന ഒരു രംഗമുണ്ട്. എങ്ങനെയാ വീഴ്ത്തുന്ന രംഗം? നമ്മൾ ക്ലാസ്സിലൊക്കെ ചർച്ച ചെയ്തിരുന്നു. അശ്വത്ഥാമാവ് വീണു എന്ന് പറഞ്ഞിട്ട്. അശ്വത്ഥാമാവ് വീണു എന്ന് പറയുന്നത് ആരെ കുറിച്ചാണ് പറയണത്? അശ്വത്ഥാമാവ് എന്ന ആനയാണ് വീണത് അല്ലേ? പക്ഷെ അശ്വത്ഥാമാവ് സ്വന്തം മകനാണ് എന്നുള്ളത് ഓർത്തുകൊണ്ട് ദ്രോണര് പെട്ടെന്ന് വളരെ മാനസികമായിട്ട് പ്രയാസപ്പെടുന്നു. ആ നേരത്താണ് ആരെ ആക്രമിക്കുന്നത്? ദ്രോണരെ ആക്രമിച്ചു വീഴ്ത്തുന്നത്. അപ്പോൾ ഇതൊന്നും ധർമ്മയുദ്ധമല്ല. ഇത് ആര് പറയുന്നു?
കുരുക്ഷേത്ര ഭൂമിയിൽ കിടന്നുകൊണ്ട് ദുര്യോധനൻ പറയുന്ന രീതിയിലാണ് പാഠഭാഗം തുടങ്ങുന്നത്. അവിടെ ദുര്യോധനൻ്റെ ചില കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ, ഇനി ദുര്യോധനൻ മരിച്ചു അല്ലേ, ദുര്യോധനൻ ഇനിയില്ല, കൗരവപക്ഷത്തെ പലരും മരിച്ചു കഴിഞ്ഞു. ഇനി അവിടെയുള്ള 3 ആളുകൾ ആരൊക്കെയാണ് ആളുകൾ? അശ്വത്ഥാമാവ്, പിന്നെ കൃപര്, കൃതവർമാവ്. 3 ആളുകൾ, അശ്വത്ഥാമാവ്, കൃതവർമാവ്, കൃപര്. ഈ 3 ആളുകളും കൂടി ബാക്കിയുള്ള പാണ്ഡവരെ മുഴുവൻ കീഴടക്കാൻ വേണ്ടി ചെല്ലുകയാണ്. അരക്കില്ലത്തിൽ ചെന്ന് അവരെ കീഴടക്കുന്നു. അപ്പോൾ ആ സമയത്ത് ഇത് മനസ്സിലാക്കിക്കൊണ്ട് ആരുണ്ട്? കൃഷ്ണനുണ്ട്. കൃഷ്ണൻ ബാക്കി പാണ്ഡവരെ മുഴുവൻ അവിടെ നിന്ന് മാറ്റുന്നു. പക്ഷെ അവിടെ ചെയ്യുന്ന ഭീകര ദൃശ്യം നമുക്ക് ആ പാഠഭാഗം വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ആരാണ് അവിടെ ഭീകരനായിട്ട് പ്രവർത്തിക്കുന്നത്? അശ്വത്ഥാമാവ്. നമ്മളതിൽ 1-2 കാര്യങ്ങൾ അശ്വത്ഥാമാവിനെ വിശേഷിപ്പിക്കുന്നുണ്ട്. ചെകുത്താൻ എന്നൊക്കെ പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ ചെകുത്താനെ പോലെ കയ്യിൽ എന്തുണ്ട്? വാളുണ്ട്. ആ വാളെടുത്തുകൊണ്ട് ഓരോരുത്തരെയും ആക്രമിച്ച് ഈ കയ്യിലെ ചോര പതിഞ്ഞുകൊണ്ട് ആ വാളും കയ്യും ചോരയും തമ്മിൽ ഒട്ടിപ്പോകുന്നു. അപ്പം അത്രയധികം ചോര ആരുടെ കയ്യിൽ പതിയാണ്? അശ്വത്ഥാമാവിൻ്റെ കയ്യിൽ പതിയുന്നു. അപ്പം ഇങ്ങനെ ഭീകരനായിട്ടുള്ള ഒരു കൊടും ക്രൂരനായിട്ടുള്ള ഒരു വ്യക്തി അല്ലേ. അപ്പോൾ ഇത് യുദ്ധത്തിൻ്റെ പരിണാമം എന്ന് പറഞ്ഞിട്ട് നമുക്ക് പരിചയപ്പെടുത്തുന്നത് എന്തിനായിട്ടാണ്? ഒരു യുദ്ധം നമ്മുടെ വ്യക്തിയിലായാലും നമ്മുടെ സമൂഹത്തിലായാലും അല്ലേ, നമ്മുടെ രാജ്യത്തായാലും നടക്കുന്ന യുദ്ധങ്ങൾക്കൊക്കെയുള്ള പരിണാമം എന്താണ്? ഇത്തരത്തിൽ നാശനഷ്ടങ്ങളാണ്. അതൊന്ന് മനസ്സിലാക്കി തരാൻ കൂടി വേണ്ടിയാണ് ഇപ്പം. കാരണം ഒന്നിനും ഒരു പരിഹാരമല്ല, യുദ്ധം മൊത്തം നാശമാണ്. ഇപ്പം നമ്മൾ ഈ അടുത്ത് നടന്ന യുദ്ധങ്ങൾ നമ്മൾ പത്രത്തിലൊക്കെ വായിച്ചിട്ടുണ്ടല്ലേ. അപ്പോൾ സമകാലിക പ്രസക്തിയൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ അത്തരത്തിലുള്ള യുദ്ധങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് എഴുതാൻ കഴിയണം. യുദ്ധം, കുരുക്ഷേത്ര യുദ്ധം എന്ന് പറയുന്നത് കാലങ്ങൾക്ക് മുമ്പ് നടന്ന യുദ്ധമാണ് അല്ലേ. നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള നമ്മൾ അങ്ങനെയുള്ളൊരു യുദ്ധമാണ് കുരുക്ഷേത്ര യുദ്ധം എന്ന് പറയുന്നത്. ആ കുരുക്ഷേത്ര യുദ്ധത്തെ മുൻനിർത്തിക്കൊണ്ട് നമുക്ക് പാഠഭാഗത്ത് ഉണ്ടെങ്കിൽ അത് നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിലെ പല യുദ്ധങ്ങളിൽ നിന്നും നമ്മൾ പിന്മാറാനുള്ള ഒരു പ്രേരണയായിട്ടാണ് പാഠഭാഗത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പിന്നെ അതിൽ പറയുന്നുണ്ട് ഏറ്റവും ചെകുത്താനായി വർത്തിക്കുന്ന അശ്വത്ഥാമാവിൻ്റെ സ്വഭാവം. അശ്വത്ഥാമാവ് പിന്മാറാൻ ശ്രമിക്കാതെ എത്ര പറഞ്ഞിട്ടും ഗുരുക്കന്മാരൊക്കെ ഉപദേശിച്ചിട്ടും അശ്വത്ഥാമാവ് എന്ത് ചെയ്യുന്നില്ല? പിൻവാങ്ങുന്നില്ല. അങ്ങനെ അശ്വത്ഥാമാവ് ഇപ്പോഴും ചിരഞ്ജീവിയായി ജീവിക്കുന്നു എന്ന് പറയുന്നുണ്ട്. ആ ഭാഗം ഓർമ്മയില്ലേ? ചിരഞ്ജീവിയായി, അതായത് പഴുത്ത് ശരീരം മുഴുവൻ വ്രണങ്ങൾ മൂടിക്കൊണ്ട് എവിടെയോ ചിരഞ്ജീവിയായി അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ മനസ്സിലേൽക്കുന്ന ചില മുറിപ്പാടുകൾ കൊണ്ട് മറ്റുള്ളവരെ ആക്രമിക്കാൻ പുറപ്പെടുന്ന എല്ലാ വ്യക്തികളും ഒരു അശ്വത്ഥാമാവ് തന്നെയായി മാറുന്നു. അപ്പോൾ വളരെ രസകരമായി പഠിക്കേണ്ട ഒരു പാഠമാണത്. കാരണം അതൊന്ന് ആ പുരാണ സന്ദർഭങ്ങളൊക്കെ കൂട്ടിച്ചേർത്ത് വായിച്ചു കഴിഞ്ഞാൽ ആ ചോദ്യത്തിൽ ആ പാഠഭാഗത്തിൽ വരുന്ന പല ചോദ്യങ്ങൾക്കും കൃത്യമായിട്ട് ഉത്തരം എഴുതാൻ സാധിക്കും. പിന്നെ അതിൽ ചില പദങ്ങൾ നമുക്ക് വായിക്കുമ്പോൾ ചില ബുദ്ധിമുട്ടുകൾ വരും. അപ്പോൾ പാഠഭാഗം തന്നെ ഏറ്റവും പ്രധാന ഒരു കാര്യമാണ്. പാഠഭാഗം ഒരു 3-4 തവണ നമ്മളിങ്ങനെ വായിക്കണം. അതിൻ്റെ ഇടയിൽ നിന്നും വരുന്ന ചില ചോദ്യങ്ങളുണ്ട്. ഈ 2 മാർക്കിൻ്റെ ചോദ്യങ്ങളും 1 മാർക്കിൻ്റെ ചോദ്യങ്ങളും പാഠഭാഗങ്ങളുടെ ഇടയിൽ നിന്നായിരിക്കും വരിക. അപ്പോൾ അത് നന്നായിട്ട് നമ്മൾ വായിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ കണ്ണിൽ അത് തടയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ പാഠം അങ്ങനെ പല പ്രാവശ്യം വായിച്ചിട്ടുണ്ടാവും, കൃത്യമായി വായിച്ചില്ലെങ്കിൽ ആ ചോദ്യങ്ങൾ നമ്മുടെ കണ്ണിൽ തടഞ്ഞിട്ടുണ്ടാവില്ല. ചിലപ്പോൾ പറയും അയ്യോ ഇതിലില്ലല്ലോ എന്ന് ചോദിക്കും. പക്ഷെ അത് ടെക്സ്റ്റിൽ തന്നെ ഉണ്ടായിരിക്കും. അപ്പോൾ 2-3 ആവർത്തി എന്ത് ചെയ്യണം? ടെക്സ്റ്റ് നന്നായി വായിക്കണം. അപ്പോൾ 2 ഉപന്യാസങ്ങളെക്കുറിച്ച്, പ്രധാനപ്പെട്ട 2 ഉപന്യാസങ്ങൾ നമ്മൾ പറഞ്ഞു. പിന്നെ പ്രയാസകരമായിട്ടുള്ളൊരു പാഠം പറഞ്ഞു. ഇപ്പോൾ നമ്മൾ രണ്ടും പറഞ്ഞത് ഒന്ന് കഥയാണ്, ഒന്ന് നിരൂപണമാണ്. കവിതയുടെ ഭാഗത്തേക്ക് വന്നില്ലല്ലോ നിഹാല്. പിന്നെ ലക്ഷ്മണ സാന്ത്വനം ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ? അങ്ങനെയില്ല. എന്നാലും അതായത് ലക്ഷ്മണ സാന്ത്വനം എങ്ങനെയാണ്? ലക്ഷ്മണ സാന്ത്വനത്തിലെ പാഠഭാഗങ്ങൾ കവിത ആസ്വാദനക്കുറിപ്പ് എഴുതാനാണോ? ഏതാണ് സാധാരണ ചോദിക്കാറുള്ള ചോദ്യങ്ങൾ മനസ്സിലാക്കിയത്? ചോദിക്കാൻ സാധ്യതയുള്ളത് എങ്ങനെയൊക്കെയാണ് ലക്ഷ്മണനെ സാന്ത്വനിപ്പിക്കുന്നത്? ലക്ഷ്മണനെ ആരാണ് സാന്ത്വനിപ്പിക്കുന്നത്? ശ്രീരാമൻ സാന്ത്വനിപ്പിക്കുന്ന രംഗം. അതിന്റെ സന്ദർഭം നമ്മൾ എപ്പോഴും ഓർക്കണം. എന്താ സന്ദർഭം? സന്ദർഭങ്ങൾ ചോദിക്കാറുണ്ട്. എന്താ സന്ദർഭം? ഈ പാഠത്തിന്റെ സന്ദർഭം എങ്ങനെയാണ്? അത് ശ്രീരാമ പട്ടാഭിഷേകം മുടങ്ങിയത് അറിഞ്ഞിട്ട് ലക്ഷ്മണൻ കുപിതനാവുന്നു. കുപിതനാവുമ്പോ ശ്രീരാമൻ ആശ്വസിപ്പിക്കുകയാണ്. ശ്രീരാമൻ ആശ്വസിപ്പിക്കുന്നു. അപ്പൊ ഈ ശ്രീരാമൻ ലക്ഷ്മണനെ ആശ്വസിപ്പിക്കുന്നത് നമുക്കൊക്കെ വേണ്ടി ലക്ഷ്മണ സാന്ത്വനം എന്ന പാഠഭാഗമാക്കി വെച്ചിട്ടുള്ളത് നമുക്കൊക്കെ ചില സാന്ത്വനങ്ങൾ ആവശ്യമാണ് അല്ലേ. കുപിതനായി നിൽക്കുന്ന സന്ദർഭത്തിൽ നമ്മളൊക്കെ എന്ത് ചെയ്യുന്നു?
വളരെ ദേഷ്യത്തിൽ കുറേ പ്രകടനങ്ങൾ നടത്തുന്നു. അവിടെ അങ്ങനെ തന്നെയാണ് ലക്ഷ്മണനും. ലക്ഷ്മണൻ എന്ത് ചെയ്യാനൊക്കെ പുറപ്പെടുന്നുണ്ട്, വളരെ ദേഷ്യം വന്നിട്ട് അതായത് ഇതൊന്നും നടക്കില്ല, രാജാവായിട്ട് ആര് തന്നെ വേണം, ശ്രീരാമൻ തന്നെ വേണം. കാരണം ലക്ഷ്മണൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ജ്യേഷ്ഠനാണ്, തൻ്റെ ജീവിതം പോലും ജ്യേഷ്ഠന് വേണ്ടി ഒഴിഞ്ഞു വെച്ചിട്ടുള്ള ആളാണ് ആര്, ലക്ഷ്മണൻ. അപ്പോൾ അതുപോലെ തന്നെ അതിൽ നമുക്കറിയാം അല്ലേ, ലക്ഷ്മണൻ ശ്രീരാമൻ്റെ ഒപ്പം വനവാസത്തിന് പോകുന്നുമുണ്ട് അല്ലേ, കൂടെ പോകുന്നു. ശ്രീരാമൻ്റെയും സീതാദേവിയുടെയും ഒപ്പം കൊട്ടാര സൗകര്യങ്ങളൊക്കെ ഉപേക്ഷിച്ച് ലക്ഷ്മണന് പോകേണ്ട കാര്യമില്ല, ഉണ്ടോ, ഇല്ല. പക്ഷേ തൻ്റെ ജ്യേഷ്ഠനോടൊപ്പം താനും കൂടി ഉണ്ടാവണമെന്ന് കരുതിക്കൊണ്ട് ജ്യേഷ്ഠനോടൊപ്പം പോകുന്ന ഒരു രംഗമുണ്ട്. അപ്പോൾ ഇത്രയും ഇഷ്ടമുള്ളത് കൊണ്ടാണ് ലക്ഷ്മണൻ എന്തുണ്ടാവുന്നത്, കോപം ഉണ്ടാവുന്നത്, കുപിതനാവുന്നത്. കാരണം ഇപ്പം രാജാവാക്കി മാറ്റും എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ആരെ ഇടപെട്ടിട്ട് രാജപദവി കൊടുക്കുന്നില്ല, കൈകേയി പറയുന്നു. അതായത് ഇവിടെ ഭരതനാണ് രാജാവാകേണ്ടതെന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹത്തെ വനവാസത്തിൽ വിടുകയാണ്. അപ്പോൾ ആ സമയത്ത് അദ്ദേഹത്തെ ഉപദേശിക്കുകയാണ്. ഓരോ ഉപദേശങ്ങളും, ഏതെങ്കിലും വരികൾ ഓർമ്മയുണ്ടോ അതിൽ ഉപദേശിക്കുന്നതിൻ്റെ ഏതെങ്കിലും വരി? ഇനി ആ കവിത തുടങ്ങുന്നത് വത്സ സൗമിത്രേ കുമാര നീ കേൾക്കണം, മത്സരാദ്യം വെടിഞ്ഞെന്നുടെ വാക്കുകൾ, എൻ്റെ വാക്കുകൾ മത്സരബുദ്ധിയില്ലാതെ നീ കേൾക്കണം എന്ന് പറഞ്ഞിട്ടാണ് ആ കാവ്യം തുടങ്ങുന്നത്. ഓരോന്ന് പറയുന്നുണ്ട്. അതായത് ചക്ഷുശ്രവണ കളസ്തമാം ദർദുരം ഭക്ഷണത്തിന് അപേക്ഷിക്കുന്നത് പോലെ കാലാഹിന പരിഗ്രസ്തമാം ലോകവും ആലോല ചേതസ ഭോഗങ്ങൾ തേടുന്നു. ഭോഗം, സുഖം അല്ലേ, നമ്മൾ മനുഷ്യന്മാർക്കൊക്കെയുള്ള ഒരു ആഗ്രഹമാണ് സുഖങ്ങൾക്ക് പിന്നാലെ പോവുക അല്ലേ. നമുക്ക് കിട്ടിയത് കൊണ്ട് ജീവിക്കാൻ അറിയാതെ നമ്മൾ എന്ത് ചെയ്യുന്നു, അതായത് ആർഭാടത്തിന് വേണ്ടി, കൂടുതൽ സുഖസൗകര്യമായ ജീവിതങ്ങൾക്ക് വേണ്ടി നമ്മൾ പല അക്രമങ്ങളും ചെയ്യുന്നു. നമ്മൾ വാർത്തകളിലൊക്കെ കാണുന്നുണ്ടല്ലേ, എന്നുവെച്ചാൽ അവർക്ക് ജീവിക്കാനുള്ള സാഹചര്യമുണ്ട് എങ്കിൽ പോലും അക്രമങ്ങൾക്ക് മുതിരുന്നു. എന്തുകൊണ്ടാണ്, പോരാ അല്ലേ, ഒന്നും കിട്ടിയാൽ പോരാ എന്നുള്ള മട്ടിൽ വീണ്ടും വീണ്ടും ആർത്തിയോടുകൂടി ജീവിക്കുന്ന മനുഷ്യൻ. അപ്പോൾ നമുക്ക് അതിന് ഉദാഹരണമായിട്ട് ഒരുപാട് സന്ദർഭങ്ങൾ അതിൽ പറയുന്നുണ്ട്. ഏതൊക്കെ സന്ദർഭങ്ങളാണ് പറയുന്നത്, മനുഷ്യൻ എങ്ങനെയായിരിക്കണം എന്ന് പറയുന്നുണ്ട്. ചക്ഷുശ്രവണ ഗളസ്തത്തിൽ ഉള്ള, ചക്ഷുശ്രവണം എന്ന് പറഞ്ഞാൽ ആരാ, പാമ്പ്. പാമ്പിൻ്റെ വായിൽ അകപ്പെട്ട തവളയെപ്പോലെയാണ് മനുഷ്യരുടെ ജീവിതം. കാരണം എപ്പോൾ വേണമെങ്കിൽ ഈ ഒരു കാലം നമ്മളെ വിഴുങ്ങിക്കളയും അല്ലേ. നമ്മുടെ ജീവിതത്തിന് ഇപ്പോൾ നമ്മളെപ്പോഴും പറയുന്നു, ഒരു ശ്വാസം വിട്ട് തിരിച്ച് നമുക്ക് ആ ശ്വാസം എടുക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മുടെ ജീവിതം ഇല്ല, അവസാനിച്ചു. അപ്പോൾ ആർക്കാ എപ്പോഴാ ആ ജീവിതത്തിൻ്റെ അന്ത്യം എന്ന് നമുക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ, ഇല്ല. പക്ഷെ മനുഷ്യൻ എന്നിട്ടും എന്ത് ചെയ്യുന്നു, സുഖങ്ങൾ തേടി പോകുന്നു. അത് ഓരോന്നും അക്കമിട്ടിട്ടിട്ട് പറയുന്നുണ്ട്. ഇനി എൻ്റെ ഏറ്റവും അവസാനം പറയുന്നുണ്ട്, ഇങ്ങനെയൊക്കെ ഉപദേശിച്ച് കൊണ്ടുവന്നിട്ട് നമുക്ക് വിദ്യ കൊണ്ടുള്ള പ്രയോജനം, നമ്മൾ എപ്പോഴും എങ്ങനെയായിരിക്കണം, വിദ്യാഭ്യാസം നേടണം എന്ന് പറയുന്ന ഒരു തരത്തിലേക്ക് അതിൻ്റെ അവസാനം. അതോടൊപ്പം തന്നെ ക്രോധം പരിത്യജിക്കണം ബുദ്ധജനം. വിദ്യാഭ്യാസം നേടുമ്പോൾ നമ്മൾ എന്തുണ്ടാവുന്നു, നമ്മുടെ ക്രോധം ഇല്ലാതാവുന്നു. ക്രോധം കൊണ്ട് എന്തെങ്കിലും നേടാൻ പറ്റുമോ, ഇല്ല. നമ്മൾ ഒരു ക്രോധത്തിൽ ചെയ്താൽ മറുക്രോധത്തിൽ നമുക്കതിനെ, അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞ മനസ്താപം ഉണ്ടായാൽ പോലും അതിനെ നമുക്ക് മറികടക്കാനാവില്ല. നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പം ഇന്നത്തെ തലമുറയ്ക്ക് വേണ്ടി കൂടിയുള്ള ഒരു ഉപദേശമായിട്ടാണ് എഴുത്തച്ഛൻ എന്ത് ചെയ്തിരിക്കുന്നത്, ഈ ലക്ഷ്മണ സാധനം കാലങ്ങൾക്ക് മുമ്പ്, ഏത് നൂറ്റാണ്ടിലാണെന്നറിയോ എഴുത്തച്ഛൻ ജീവിച്ചിരുന്നത്, 16-ാം നൂറ്റാണ്ടിൽ ജീവിച്ച വ്യക്തിയാണ് എഴുത്തച്ഛൻ. കാലം എത്ര കഴിഞ്ഞാലും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇപ്പോഴും അർത്ഥവത്തായി നിൽക്കുന്നു. അതിൽ ഓരോ വരികളും നമ്മളിങ്ങനെ എടുത്തെടുത്ത് അതിൽ ഏത് വരി വരുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ അതിന് ആസ്വാദനക്കുറിപ്പ് വരാം, പിന്നെ വരികൾ തന്നുകൊണ്ട് അതിൻ്റെ സൗന്ദര്യം, വരികൾക്കൊക്കെ പ്രത്യേകതയുണ്ട് അല്ലേ. ഓരോ വരികളിലും വരികൾ 4 വരികൾ എടുത്ത് നോക്കുമ്പോൾ അതിൻ്റെ വരികൾക്ക് പ്രത്യേകത, അതിൻ്റെ ഒരു സൗന്ദര്യാംശം കണ്ടെത്താനായിട്ട്. ചക്ഷുശ്രവണ കളസ്തമാം ദർദുരം ഭക്ഷണത്തിന് അപേക്ഷിക്കുന്നത് പോലെ, ചക്ഷു എന്ന് പറയുന്നിടത്ത് രണ്ടാമത്തെ അക്ഷരം എന്താ, ക്ഷ. ഭക്ഷണത്തിന് അപേക്ഷിക്കുന്നത് പോലെ ക്ഷ. അപ്പോൾ ദ്വിതീയാക്ഷരപ്രാസം എന്നാണ് പറയുക. നിങ്ങൾ അങ്ങനെ ദ്വിതീയാക്ഷരപ്രാസം എന്നൊന്നും പറഞ്ഞില്ലെങ്കിലും രണ്ടാമത്തെ അക്ഷരം ഒരുപോലെ വന്നിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഭംഗിയാണ്, ഒരു ഭംഗിക്ക് വേണ്ടിയാണ് അങ്ങനെ വളരെ പണിപ്പെട്ട് ശ്രമപ്പെട്ടാണ് ആ ഒരു സൗന്ദര്യം കാവ്യത്തിൽ നിലനിർത്തിയിരിക്കുന്നത്. അതിലെ വരികളൊക്കെ തന്നെ നോക്കുകയാണെങ്കിൽ നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അത് നല്ലോണം ഈ നേരത്തെ പാഠഭാഗം പറഞ്ഞതുപോലെ തന്നെ എന്ത് ചെയ്യണം, ഈ കവിതയിലെ ഓരോ വരികൾക്കിടയിലൂടെയുള്ള വായന നടത്തിക്കൊണ്ട് വേണം മുന്നോട്ട് പോകാൻ. ഇതിന് ശരിക്കും 2 മാർക്കിൻ്റെ ചോദ്യം വരാം, അതുപോലെ വാക്കുകളുടെ അർത്ഥം വരാം, അതുപോലെ തന്നെ 4 മാർക്കിൻ്റെ ചോദ്യം വരാം, ഉപന്യാസം വരാം. ഏത് വേണമെങ്കിൽ വരാവുന്ന ഒരു രീതിയിൽ ആ പാഠഭാഗത്തെയും നമ്മൾ പഠിച്ച് നന്നായി തയ്യാറെടുക്കുക.
ഇനി ഇനി ഏത് പാഠമാണ് ബുദ്ധിമുട്ട് അനുഭവപ്പെട്ട പാഠം എന്ന് പറയാനുള്ളത്? കാട്ടുചോലകൾ പാടിയ പാട്ടുകൾ ഏച്ചു പാടി പഠിപ്പിച്ച മുത്തശ്ശിമാർ. അശ്വമേധം പാഠത്തിലത്തെ കാട്ടുചോലകൾ എന്ന പദത്തിന്റെ ശരിയായ വിഗ്രഹരൂപം. വിഗ്രഹരൂപം സാധാരണയായിട്ട് പരീക്ഷയ്ക്ക് വരാറുണ്ട്. എത്ര മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ടാണ് വിഗ്രഹരൂപം? 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ടാണ് വരാറ്. അപ്പോൾ അതിൽ ഇതിപ്പോൾ തന്നിരിക്കുന്നത് 2 വരി തന്നിട്ട് അതിലൊരു വാക്ക് അടിവരയിട്ടുണ്ടാവും അല്ലേ? എങ്ങനെയാ തന്നിരിക്കുന്നത്? അടിവരയിട്ടില്ലേ? ഇല്ല, കാട്ടുചോലകൾ എന്ന് പ്രത്യേകം പറയുകയാണ്. കാട്ടുചോലകൾ എന്ന വാക്കിന്റെ ശരിയായ വിഗ്രഹരൂപം. രൂപം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ കാട്ടുചോലകൾ എന്നത് എങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളതെന്ന് ആ പദത്തിന്റെ പ്രയോഗം നമ്മൾ അറിയണം. എങ്ങനെയാണ് കാട്ടുചോലകൾ? കാട്ടിലെ ചോല. കാട്ടിലെ ചോല. കാരണം കാടിലൂടെ ഒഴുകുന്ന ചോല നദിയാണ് അല്ലേ? അപ്പോൾ നമ്മളൊന്ന് പറഞ്ഞു നോക്കുക. പറഞ്ഞു നോക്കിയിട്ട് വേണം ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനായിട്ട്. അതുപോലെയുള്ള ഏതെങ്കിലും ചോദ്യങ്ങൾ ഉദാഹരണത്തിനുണ്ടെങ്കിൽ ചോദിച്ചോളൂ. എരിയുന്ന നെഞ്ചും പൊരിയുന്ന വയറുമായി നടക്കുന്ന ദരിദ്ര മാതാവ്. ഏത് പാഠത്തിലാണത്? കഥാകാരനായ കഥ. ഞാൻ കഥാകാരനായ കഥയിലെയാണ്. ആരെഴുതിയതാ? എസ് കെ പൊറ്റക്കാട് എഴുതിയ ഞാൻ കഥാകാരനായ കഥയിലെയാണ്. അതിന് ചോദ്യം എന്താ? ചോദ്യം ഈ വാക്ക് നൽകുന്ന അർത്ഥസൂചന എന്തല്ല? ഈ വാക്ക് നൽകുന്ന അർത്ഥസൂചന ഏത് വാക്കാണ്? എരിയുന്ന നെഞ്ചും പൊരിയുന്ന വയറുമായി. എരിയുന്ന നെഞ്ചും പൊരിയുന്ന വയറും. ഇവിടെ ആരെ കുറിച്ചാ പറയുന്നത്? അമ്മയെ കുറിച്ച്. ഈ അമ്മ എന്ന കഥാപാത്രത്തെക്കുറിച്ച് ഞാൻ കഥാകാരനായ കഥയിൽ ഇദ്ദേഹം കണ്ടുപരിചയിച്ച ഒരു അമ്മയാണ് അല്ലേ? കഥ ഓർമ്മ വരുന്നുണ്ടോ? എസ് കെ പൊറ്റക്കാട് എഴുതിയത് ഇദ്ദേഹത്തെ എങ്ങനെയാണ് നല്ലൊരു എഴുത്തുകാരനാക്കി മാറ്റിയത് അല്ലെ? ഏറ്റവും ആദ്യത്തെ എഴുതാൻ പ്രേരിപ്പിച്ച വ്യക്തി ആരാന്ന് പറയുന്നുണ്ട്? ഈ അമ്മയാണെന്ന് പറഞ്ഞു. ഈ അമ്മ മകനയക്കുന്ന കത്തുകളിൽ പൊടിപ്പും തൊങ്ങലും കലർത്തി സർഗവാസന ഉപയോഗിച്ചിട്ടാണ് ഇദ്ദേഹം എഴുത്തുകാരനായി മാറിയത്. അപ്പോൾ ഇദ്ദേഹത്തിന്റെ ആദ്യത്തെ സർഗ സൃഷ്ടി എന്ന് പറയുന്നത് ഈ അമ്മ മകനയച്ച കത്തുകളിലൂടെയാണ് അത് പ്രകടിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ അമ്മയെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. അമ്മ ഈ മകനെ നോക്കി വളർത്തിയത് എങ്ങനെയാണ്? എരിയുന്ന നെഞ്ചും. നെഞ്ചെരിയ എന്ന് പറഞ്ഞാൽ എന്താ? ആ ഒരു ദുഃഖത്തിൻ്റെ തീവ്രതയെ കാണിക്കാനാണ്. നെഞ്ചെരിയുന്ന, നെഞ്ചിൽ അസഹ്യമായിട്ടുള്ള ഒരു കനം തൂങ്ങി നിൽക്കുന്നു, ഒരു വിഷമം അല്ലേ? എരിയുന്ന നെഞ്ചും പൊരിയുന്ന വയറ്. എന്നുവെച്ചാൽ മകന് വേണ്ടിയിട്ട് അമ്മ എന്ത് ചെയ്തിരിക്കുന്നു? വിശപ്പ് മുഴുവൻ സഹിച്ചുകൊണ്ട്. കാരണം വളരെ ദരിദ്രമായിട്ടുള്ള അവസ്ഥ, ദരിദ്ര മാതാവ് എന്നാണ് പറയുന്നത്. അപ്പോൾ ദാരിദ്ര്യത്തെ മറച്ചു പിടിച്ചുകൊണ്ട് മകനെ അറിയിക്കാതെ അമ്മ ചിലപ്പോൾ ഒരുപക്ഷെ ഭക്ഷണം ഒന്നും കഴിക്കാതെ ആ മകന് വേണ്ടി മാറ്റി വെച്ചിട്ടുള്ള ഭക്ഷണമായാലും സമ്പാദ്യമായാലും എല്ലാം ആ മകനെ പഠിപ്പിക്കാൻ വേണ്ടി മാറ്റിവെച്ചതാണ്. പക്ഷേ ഈ മകൻ ഇപ്പോൾ അമ്മയെ ഉപേക്ഷിച്ച് അമ്മയെ നോക്കാതെ വേറെ എവിടെയോ താമസിക്കുന്ന ഒരവസ്ഥ. അവസാനം തിരിച്ചു വരുന്നുണ്ട് അല്ലേ? അങ്ങനെയാണ് പറയുന്നത്. ഏറ്റവും അവസാനം ഇദ്ദേഹത്തിൻ്റെ എഴുത്തുകൾ മൂലം അമ്മ തിരിച്ചു വന്നു. അപ്പോൾ നമ്മൾ ഒരു ചോദ്യം നോക്കുമ്പോൾ ഇപ്പം ഇത് കാണുമ്പോൾ മനസ്സിലായി ഒറ്റ മാർക്കിൻ്റെ ചോദ്യമാണ്. അപ്പോൾ ഒറ്റ മാർക്കിൻ്റെ ചോദ്യമാണെങ്കിൽ എന്തു മതി? ഇതൊക്കെ നമ്മുടെ മനസ്സിലൂടെ വന്നാലും എന്തുമാത്രം മതി? ഒരൊറ്റ പോയിന്റ് എഴുതിയാൽ മതി. ഇപ്പോൾ ചിലർക്കൊരു ആഗ്രഹം ഉണ്ടായിരിക്കും. ചിലരെന്ത് ചെയ്യും? അങ്ങനെ ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ നിരത്തി പരത്തി എഴുതി തുടങ്ങും. ഈ കഥ മുഴുവൻ നമുക്കറിയാം, ഈ കാര്യം മുഴുവൻ നമുക്കറിയാം. അപ്പോൾ 4 മാർക്കിൻ്റെ ചോദ്യത്തിനുള്ള ഉത്തരം പോലെയൊക്കെ ചില ആളുകൾ എഴുതും. അപ്പം അങ്ങനെ സമയം ഒട്ടും കളയരുത്. 1 മാർക്കിൻ്റെ ചോദ്യമാണെങ്കിൽ ഒറ്റ വാക്കിൽ അല്ലെങ്കിൽ ഒരു വരിയിൽ, ചിലപ്പോൾ ബ്രാക്കറ്റിൽ തന്നിട്ടുണ്ടാവും. അപ്പോൾ അതൊന്ന് നോക്കിയിട്ട് കൃത്യമായിട്ടുള്ള ഉത്തരം എഴുതാനായിട്ട് ശീലിക്കുക. ഇനി വേറെ ഏതെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടോ? 2 മാർക്കിൻ്റെ ചോദ്യം ചോദിച്ചു. തെറി കാട്ടി ആശ്രമ വിരുദ്ധ വൃത്തി നീ ചെറുപാമ്പു ചന്ദന മരത്തിൽ നിന്ന പോലെ. അത് ഏത് പാഠത്തിലെയാണ്? ഋതുയോഗം എന്ന പാഠത്തിലാണ്. ഒരു പ്രധാനപ്പെട്ട പാഠമാണത്. കാരണം അത് കുറച്ച് നമുക്ക് അത് പഠിക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിട്ടുണ്ടാവും അല്ലേ? കാരണം കുറച്ച് സംസ്കൃത വാക്കുകൾ അതിൽ ചേർന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥമൊക്കെ കണ്ടുപിടിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് അതിൻ്റെ കൃത്യമായ അർത്ഥം. പക്ഷെ നമുക്ക് ആ സർവ്വദമനൻ എന്ന കഥാപാത്രത്തോട് ഒരു ഇഷ്ടം തോന്നും അല്ലേ? സർവ്വദമനൻ എങ്ങനെയാ? സിംഹക്കുട്ടിയുടെ വായൊക്കെ പൊളിക്കാൻ പറയുമ്പോൾ നമ്മൾ ചിലപ്പോൾ ആ സമയത്ത് ഒരു കുട്ടിയുടെ കുറുമ്പ്, നമ്മുടെ കുഞ്ഞു കുട്ടിയുടെ കുറുമ്പ് പോലെയൊന്നുമല്ല. സർവ്വദമനൻ കാണിക്കുന്ന കുറുമ്പ് എന്താണ്? ഒരു സിംഹക്കുട്ടിയെ പിടിച്ച് അതിൻ്റെ വായ തുറന്ന് അതിന് പല്ലെണ്ണി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വളരെ കൗതുകം തോന്നും നമുക്ക്. അപ്പോൾ ഈ ഇത്തരത്തിലുള്ള ഈ കഥാപാത്രങ്ങളെ, സർവ്വദമനൻ എന്ന കഥാപാത്രത്തെക്കുറിച്ച് പറയുമ്പോഴാണ് ഈ വരികൾ നമ്മുടെ മനസ്സിൽ ഓർമ്മ വരേണ്ടത്. കുട്ടി എന്ത് ചെയ്യുന്നു? കുറുമ്പ് കാണിക്കുകയാണ്. തെറി കാട്ടി ആശ്രമ വിരുദ്ധ വൃത്തിനി. അവിടെ ആശ്രമത്തിന് ചേരാത്ത പ്രവൃത്തിയാണ് കുട്ടി ചെയ്യുന്നത്. ഒരു ചന്ദന മരത്തിൽ എങ്ങനെയാണോ ഒരു പാമ്പ്, ചന്ദനമരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? അത്രയും മണമുള്ള, അത്രയും മനോഹരമായൊരു വൃക്ഷമാണ് അല്ലേ ചന്ദനമരം. നമുക്ക് ഉപകാരപ്രദമായിട്ടുള്ള ഒരു വൃക്ഷമാണ്. പക്ഷേ അതിൻ്റെ മീതെ ഒരു പാമ്പ് കയറി കൂടിയാലോ? നമ്മളെ ഭയപ്പെടുത്തുന്ന ഒരു പാമ്പ് അതിൽ. അതുപോലെയാണ് ഈ കുട്ടി ഇവിടെ എന്ത് ചെയ്യുന്നു? ഇവനൊട്ടും
ചേരാത്ത, ഈ ആശ്രമത്തിന് ചേരാത്ത സ്വഭാവമായിട്ടാണ് ആര് നിൽക്കുന്നത്? സർവ്വധമനൻ സർവ്വധമനൻ നിൽക്കുന്നത്. ആശ്രമത്തിന് ചേർന്ന മുനികുമാരനാണെങ്കിൽ എങ്ങനെ വേണം? വളരെ അടങ്ങി ഒതുങ്ങി ശാന്തശീലനായിട്ട് വേണം. പക്ഷെ ഈ കുട്ടിയാണെങ്കിലോ വളരെ ധീരൻ, വലിയ കുറുമ്പ് കാണിക്കുന്നവൻ, ഈ ആശ്രമത്തിന് ഒട്ടും ചേരാത്ത കുട്ടിയായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ വെച്ചുകൊണ്ട് വേണം നമ്മൾ ആ ചോദ്യത്തിൻ്റെ, എന്താണ് അതിൻ്റെ ചോദ്യത്തിൽ പറയുന്നത്? ഇതിൽ ചെറുപാമ്പ് ചന്ദനമരം എന്നീ പ്രയോഗം ചെറുപാമ്പ് ചന്ദനമരം അപ്പോൾ അർത്ഥമാക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. ചെറുപാമ്പ് എന്ന് പറയുന്നത് ആരെയാ സൂചിപ്പിക്കുന്നത്? കുട്ടിയെ. ചന്ദനമരം എന്ന് പറഞ്ഞാലോ ആശ്രമത്തെ. അപ്പോൾ ഈ 2 വാക്കുകളും വെച്ചുകൊണ്ട് നമ്മൾ ആ 4 മാർക്കിൻ്റെ ചോദ്യത്തിന് ഉത്തരം എഴുതണം. ഇനി അടുത്ത പാഠഭാഗം പാവങ്ങൾ എന്ന പാഠത്തിൽ. പാവങ്ങൾ എന്ന പാഠത്തിൽ എൻ്റെ സ്നേഹിത, ഇനി ഇങ്ങോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് തോട്ടത്തിലൂടെ കടന്നു പോരണമെന്നില്ല. തെരുവിലേക്കുള്ള വാതിലിലൂടെ തന്നെ എപ്പോഴും വരികയും പോവുകയും ചെയ്യാം. ഇവിടെ ഏത് പാഠമാണെന്ന് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു. പാവങ്ങൾ എന്ന പാഠമാണ്. ആരുടെയാണ് പാവങ്ങൾ? വിക്ടർ ഹ്യൂഗോ എഴുതിയ പാവങ്ങൾ എന്ന പാഠമാണ്. അത് നമുക്ക് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്ത് തന്നതാരാ? നാലപ്പാട്ട് നാരായണ മേനോനാണ് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്ത് തന്നിട്ടുള്ളത്. അപ്പോൾ ആ പാഠഭാഗത്തിൽ വിക്ടർ ഹ്യൂഗോ ഒരു കഥാപാത്രത്തെ പരിചയപ്പെടുത്തുന്നുണ്ട്. ആരാണ് ആ കഥാപാത്രം? ഴാങ് വാൾ ഴാങ് എന്നാണ് കഥാപാത്രത്തിൻ്റെ പേര്. അപ്പോൾ ഴാങ് വാൾ ഴാങ്ങിൻ്റെ ആ ഒരു സ്വഭാവ രീതികൾ നമ്മളവിടെ മനസ്സിലാക്കുകയാണ്. എങ്ങനെയാണ്? കുറ്റവാളിയാണ്. കുറേ കാലങ്ങൾ ഒരു ചെറിയ കുറ്റത്തിൻ്റെ പേരിലാണ് അല്ലേ, സഹോദരിയുടെ മക്കൾക്ക് റൊട്ടി മോഷ്ടിച്ചതിൻ്റെ പേരിൽ വലിയ കുറ്റവാളി എന്ന് ആരോപിച്ചുകൊണ്ട് ജയിൽ ശിക്ഷയ്ക്ക് വിധേയനാക്കുന്ന ഴാങ് വാൾ ഴാങ്. അങ്ങനെ അവിടെ നിന്നും മോചിതനായിട്ട് വരുമ്പോൾ ആരും അദ്ദേഹത്തെ സ്വീകരിക്കാൻ തയ്യാറാവുന്നില്ല. എല്ലാവരും അകറ്റി മാറ്റുന്നു. അങ്ങനെ എവിടെ ചെല്ലുന്നു? ഡി പട്ടണത്തിലെ മെത്രാൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് അവിടെ ഒരു ദിവസം താമസിക്കാനായിട്ടുള്ള അനുമതി കൊടുക്കുന്നു. ആ താമസിക്കുന്ന അനുമതി കിട്ടിയ അന്ന് തന്നെ അയാളുടെ സ്വഭാവം മാറുന്നില്ല. അയാൾ എന്ത് ചെയ്യുന്നു? ആ ദാരിദ്ര്യം ഓർത്തുകൊണ്ട് അയാൾ അവിടെ നിന്നും മെഴുകുതിരി കാലുകളും കൊണ്ട് മോഷ്ടിച്ചുകൊണ്ട് അവിടുത്തെ സാധനങ്ങൾ മോഷ്ടിച്ചുകൊണ്ട് പോകുന്നു. ആ സാധനങ്ങൾ മോഷ്ടിച്ചു കൊണ്ടുപോയ അയാളെ പോലീസ് പിടിച്ചു കൊണ്ടുവരുന്ന സമയത്ത് ഈ മെത്രാൻ പറയുന്ന വാചകമാണിത്. ശരിക്കും സാധാരണയായിട്ട് നമ്മളാണ് മെത്രാനെങ്കിൽ, അല്ലെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തെ അപേക്ഷിച്ച് ഒരു കുറ്റം ചെയ്ത ഒരു വ്യക്തിയെ നമ്മൾ തിരിച്ച് കണ്ടെത്തുകയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? മേടിക്കും, അവന് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാൻ ശ്രമിക്കും. പക്ഷെ ഇവിടെ മെത്രാൻ ചെയ്യുന്നത് എന്താണ്? മെത്രാൻ പറയുന്നത് ആ മെഴുകുതിരിക്കാലുകളും അവിടെയുള്ള ആ സാധനങ്ങളും അയാൾ എടുത്തു കൊണ്ടുപോയെങ്കിൽ അയാൾക്ക് ഞാൻ കൊടുത്തതാണ്, ഞാനത് എന്തുകൊണ്ട് ബാക്കിയുള്ളതും കൂടി നീ കൊണ്ടുപോയില്ല എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഈ കുറ്റം ചെയ്ത ആളെ ഇങ്ങനെ പറയുന്നത് എന്തുകൊണ്ടാണ്? അയാൾക്ക് പ്രായശ്ചിത്തം ചെയ്യാനുള്ളൊരു അവസരം കൊടുക്കുകയാണ്. വീണ്ടും തെറ്റിലേക്ക് പോയി അയാൾ ശിക്ഷ ഏറ്റുവാങ്ങാതിരിക്കാൻ വേണ്ടി അയാളുടെ കൂട്ടുനിന്ന് അയാളെ രക്ഷപ്പെടുത്താൻ അതോടുകൂടി അയാൾക്ക് എന്ത് വരുന്നുണ്ട്? ഒരു മനസ്താപം ഉണ്ടാവുന്നുണ്ട് അല്ലേ? താൻ ചെയ്ത തെറ്റ് അയാളാകെ മിഴിച്ചു നോക്കിയിട്ടാണ് നിൽക്കുന്നത്. അയാൾ വിചാരിച്ചത് എന്താണ്? ഇപ്പം താൻ ആക്രമിക്കപ്പെടും, ഇപ്പം തന്നെ പോലീസ് പിടിച്ചു കൊണ്ടുപോയി ശിക്ഷിക്കും, ഇതൊക്കെ വിചാരിച്ച് നിൽക്കുന്ന സമയത്താണ് ഇത് തന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ മെത്രാൻ പെരുമാറുന്നത്. അപ്പോൾ ഒരു മെത്രാൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തെ നമ്മളവിടെ പരിചയപ്പെടണം. മെത്രാൻ്റെ രീതി, ഴാങ് വാൾ ഴാങ്ങിൻ്റെ രീതി, അത് ആ കഥയിലൂടെ ആ കൃതിയിലൂടെ നമ്മൾ പോകുമ്പോൾ, ആ പാഠഭാഗത്തിലൂടെ നമ്മൾ പോകുമ്പോൾ ഓരോന്നും നമ്മൾ വ്യക്തമായി വായിച്ചെടുക്കാൻ ശ്രമിക്കണം. അപ്പോൾ ഇവിടെ പറയുന്നത് ഇത് പാവങ്ങളുടേതാണ്. ഈ ലോകത്തുള്ള എല്ലാ സാധനങ്ങളും എന്തുകൊണ്ടാണ് മോഷ്ടിക്കാൻ തോന്നിയത്? അവനിതൊന്നും ഇല്ലാത്തത് കൊണ്ടാണ്. നമുക്കിപ്പോൾ വെള്ളി കയ്യിൽ കൊണ്ട് മാത്രം കഴിച്ചാലേ ഭക്ഷണം ഇറങ്ങുമെന്നില്ല. മരക്കൈയിലോണ്ടും കഴിക്കാം, കൈകൊണ്ടും കഴിക്കാം. പക്ഷെ ഇത് പാവപ്പെട്ടവൻ്റേതാണ് എന്ന ഒരു തോന്നലാണ് ആരെ കൊണ്ട് ഇങ്ങനെ പ്രേരിപ്പിക്കുന്നത് ചെയ്യാൻ? മെത്രാനെ കൊണ്ട് ഇങ്ങനെ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്. അപ്പോൾ ആ ചോദ്യത്തിന് ഉത്തരം നമുക്ക് കൃത്യമായിട്ട് എഴുതാൻ കഴിയും. ഒരുവിധം പാഠഭാഗങ്ങളൊക്കെ പറഞ്ഞു എന്ന് തോന്നുന്നു. ലാസ്റ്റ് ഭാഗത്തെ ഇപ്പം നമ്മൾ ആദ്യ യൂണിറ്റിലെ പാഠങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ കാലാതീതം കാവ്യവിസ്മയം എന്നാണ് നമ്മുടെ യൂണിറ്റിൻ്റെ പേര്. അപ്പോൾ യൂണിറ്റിൻ്റെ പേര് ചിലപ്പോൾ ചോദ്യമായിട്ട് വരാം. അതുപോലെ തന്നെ പാഠഭാഗത്തിൻ്റെ തലക്കെട്ട്, ലക്ഷ്മണ സാന്ത്വനം, അതുപോലെ തന്നെ രണ്ടാമത്തെ ഋതുയോഗം, മൂന്നാമത്തെ പാവങ്ങൾ, ഈ തലക്കെട്ടുകളൊക്കെ ചോദ്യങ്ങളായിട്ട് അത് ഉചിതമാണോ, അല്ലെങ്കിൽ അതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അതിന് മറ്റൊരു തലക്കെട്ട് കൊടുക്കാമോ, ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ വരാം. അപ്പോൾ ഇതൊക്കെ ചേർത്ത് വെച്ചുകൊണ്ട് വേണം നമ്മൾ ആ പാഠഭാഗങ്ങളെയൊക്കെ വായിച്ചെടുക്കാൻ. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ആ യൂണിറ്റ് തുടങ്ങുമ്പോൾ എന്താണ് ആ യൂണിറ്റിൻ്റെ പേര് എന്ന് പഠിക്കണം. കാലാതീതം കാവ്യവിസ്മയമാണ്. ആ 3 കൃതികളും അങ്ങനെയുള്ളതാണ്. ഏതൊക്കെയാ? ലക്ഷ്മണ സാന്ത്വനവും പാവങ്ങളും
ഋതുയോഗവും ഒക്കെ കാലത്തിനെ അതിജീവിക്കുന്ന കൃതികളാണ്. അതുകൊണ്ടാണ് കാലാതീതമായ കാവ്യവിസ്മയം എന്ന് എന്തിനെ പറയുന്നത്, ഈ പാഠഭാഗങ്ങളെ പറയുന്നത്. രണ്ടാമത്തെ യൂണിറ്റ് ആണെങ്കിലോ അനുഭൂതികൾ ആവിഷ്കാരങ്ങൾ എന്നാണ് ആ യൂണിറ്റിന്റെ പേര്. അതിലുള്ള പാഠഭാഗങ്ങൾ ഏതൊക്കെയാണ്? വിശ്വരൂപം, കടൽ തീരത്ത്, ഒരെണ്ണം കൂടി ഉണ്ടല്ലോ, പ്രിയദർശനം. പ്രിയദർശനം വളരെ മനോഹരമായിട്ടുള്ള ഒരു കവിതയാണ്. ആരെഴുതിയതാ? കുമാരനാശാൻ എഴുതിയ മനോഹരമായിട്ടുള്ള ഒരു കവിതയാണ്. കുമാരനാശാൻ എഴുതിയ മനോഹരമായ കവിതയാണ് പ്രിയദർശനം. ആര് തമ്മിൽ അവിടെ കണ്ടുമുട്ടുന്നത്? നളിനിയും ദിവാകരനും തമ്മിലുള്ള കണ്ടുമുട്ടലാണ് അവിടെ. അതും ഇതുപോലെ തന്നെ വരികൾ ഇങ്ങനെ വളരെ മനോഹരമായിട്ടുള്ള വരികൾ ഇങ്ങനെ ചേർത്ത് വെച്ചുകൊണ്ടാണ് ആ കവിത മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അതിലെ ഓരോ വരികളും അതിൻ്റെ സൗന്ദര്യം, അതിൻ്റെ ആസ്വാദനാംശം, അതുപോലെ തന്നെ അതിൻ്റെ പ്രത്യേകതകൾ, അതിൻ്റെ ആ ഭാവം, ഓരോ വരികൾക്കിടയിലും അതിൻ്റെ ഭാവ തീവ്രത, ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ ആ പാഠഭാഗത്തു നിന്നും വരാം. നളിനി കാലങ്ങളായിട്ട് കാണാതിരുന്ന ദിവാകരനെ കണ്ടുമുട്ടുന്ന ആ പ്രിയദർശനം, രണ്ടുപേരും തമ്മിൽ അവിടെ ദർശിക്കുകയാണ്. അത്ര മനോഹരമായിട്ടുള്ള ഒരു കാവ്യമാണ് ഇത് പ്രിയദർശനം. ഇനി അടുത്ത പാഠമാണ് കടൽ തീരത്ത്. നമ്മൾ നേരത്തെ വെള്ളായ്യപ്പനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത യൂണിറ്റ് എന്ന് പറയുന്നതോ സംഘർഷങ്ങൾ സങ്കീർത്തനങ്ങൾ എന്ന് പറയുന്ന മൂന്നാമത്തെ യൂണിറ്റ്. ആ മൂന്നാമത്തെ യൂണിറ്റിലെ പാഠഭാഗങ്ങൾ ഏതൊക്കെയാണ്? യുദ്ധത്തിന്റെ പരിണാമം. അതിൽ പ്രധാനപ്പെട്ട ഒരു പാഠം നമ്മൾ ഇതുവരെ ചോദിച്ചില്ല. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പാഠമാണ് ആത്മാവിന്റെ വെളിപാടുകൾ. ഏതെങ്കിലും ചോദ്യം വന്നിട്ടുണ്ടോ? ഇത് ആത്മാവിന്റെ ഒരു വെളിപാടാണ്. അതിനു വേണ്ടി ധ്യാനിച്ചിരിക്കുമ്പോൾ ഒരു നിബന്ധനയും എഴുത്തുകാരനെ ബാധിക്കുന്നതല്ല. ഇത് ആത്മാവിന്റെ വെളിപാട്. ഇവിടെ ഏതാ കൃതി? ഒരു സങ്കീർത്തനം പോലെ. സംഘർഷങ്ങൾ സങ്കീർത്തനങ്ങൾ എന്ന് തലക്കെട്ട് അതാണ് കൊടുത്തിരിക്കുന്നത്. ഒരു സങ്കീർത്തനം പോലെ. ആരെഴുതിയതാണ്? പെരുമ്പടവ് ശ്രീധരൻ എഴുതിയിട്ടുള്ള ഒരു സങ്കീർത്തനം പോലെ എന്ന കൃതിയിലെ കഥാപാത്രം ദസ്തേവ്സ്കിയുടെ ഒരു ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു കൃതിയാണ്, ഒരു നോവലാണ്. ഏത്? ആത്മാവിൻ്റെ വെളിപാടുകൾ എന്ന ഭാഗമായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ ദസ്തേവ്സ്കിയുടെ ഒപ്പം തന്നെ ഒരു കഥാപാത്രത്തെ നമ്മൾ പരിചയപ്പെടുന്നുണ്ട്, അന്ന എന്ന കഥാപാത്രം. ജീവിതത്തിലുടനീളം കുറേ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വന്ന ഒരു കഥാപാത്രമാണ് ആര്? ദസ്തേവ്സ്കി. ദസ്തേവ്സ്കിക്ക് സഹായമായി വന്നെത്തുന്ന കഥാപാത്രമാണ് ആരാ? അന്ന ഒരു സ്റ്റെനോഗ്രാഫറായിട്ട് എത്തുന്നു. അങ്ങനെ ഇദ്ദേഹം പറയുന്ന കാര്യങ്ങൾ മുഴുവൻ പകർത്തി എഴുതിക്കൊണ്ട് ഇദ്ദേഹത്തെ സഹായിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ദസ്തേവ്സ്കിയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ കാര്യങ്ങളെയും മറികടന്നുകൊണ്ട് അയാൾക്ക് ജീവിക്കാനുള്ള ഒരു പച്ച തുരുത്തു പോലെ അന്നയുടെ സാമീപ്യം ഉണ്ടാവുകയാണ്. അയാൾ ചുഴലി ബാധയേറ്റവനാണ്. പിന്നെ അതുപോലെ തന്നെ തൻ്റെ കൃതികൾ മുഴുവൻ മുൻകൂറായിട്ട് പണം വാങ്ങിക്കൊണ്ട് കൃതി എഴുതി തീർക്കാതിരിക്കുകയാണ്. ഇനിയിപ്പോൾ ആ കൃതിയുടെ പകർപ്പവകാശം കൂടി മറ്റൊരാൾ വാങ്ങിച്ചെടുക്കുമെന്ന് പറയുന്നുണ്ട്. ശരിക്കും ഒരു കൃതി എഴുതി കഴിഞ്ഞാൽ അയാൾക്ക് അതിനുള്ള സാമ്പത്തികമായിട്ടുള്ളൊരു ലാഭം ഉണ്ടാവേണ്ടതാണ്. അതിന് പകരം ആ സാമ്പത്തികം കൂടി മുന്നേ കൂട്ടി വാങ്ങിച്ചു വെച്ചുകൊണ്ട് ഇദ്ദേഹത്തിനാണെങ്കിലും കൃതി എഴുതി പൂർത്തീകരിക്കാനായിട്ട് ആവുന്നില്ല. അദ്ദേഹത്തിൻ്റെ ജീവിത ദുരിതങ്ങൾ, ജീവിതത്തിൽ ഏറ്റുവാങ്ങേണ്ട കുറേ മുറിപ്പാടുകൾ, അദ്ദേഹത്തിന് വേണ്ടി അല്ലാതെ പോലും ചില കാര്യങ്ങൾ ചെയ്ത് ഒരു കടക്കാരനായി മാറിയ ഒരു അവസ്ഥ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഒരു സങ്കീർത്തനം പോലെ അദ്ദേഹത്തിന് ഒരു ആശ്വാസമായിട്ട് വരുന്ന അന്ന എന്ന കഥാപാത്രത്തെ നമ്മളവിടെ കാണുന്നുണ്ട്. അതും നന്നായിട്ട് പാഠഭാഗം മുഴുവനായിട്ട് 3-4 പ്രാവശ്യം വായിച്ച് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം എഴുതാനായിട്ട് ശ്രമിക്കണം. പിന്നെ ഇനി അടുത്ത യൂണിറ്റ് എന്ന് പറയുന്നത് വാക്കുകൾ സർഗതാളങ്ങൾ. വാക്കുകൾ സർഗതാളങ്ങൾ എന്ന യൂണിറ്റിലെ പാഠഭാഗങ്ങൾ ഏതൊക്കെയാണെന്നൊന്നും പറയൂ. അക്കർമാശി, ഞാൻ കഥാകാരനായ കഥ, അശ്വമേധം. 3 പ്രധാനപ്പെട്ട പാഠങ്ങൾ. അതിൽ നമ്മൾ ഇപ്പോൾ നേരത്തെ പറഞ്ഞു, ഞാൻ കഥാകാരനായ കഥ നമ്മൾ പറഞ്ഞു. ഇനി നമുക്കുള്ള 2 പ്രധാന പാഠങ്ങളാണ് അക്കർമാശി. വളരെ രസകരമായിട്ടുള്ളൊരു പാഠമാണ് അല്ലേ? ആരുടെയാണ്? ശരൺകുമാർ ലിംബാളെ എഴുതിയിട്ടുള്ള അക്കർമാശി എന്ന പാഠം. അതിലെ ശരൺകുമാർ ലിംബാളെ എന്ന കഥാപാത്രം അദ്ദേഹം എങ്ങനെ ഇത്രയും വലിയ, ഇപ്പോൾ അദ്ദേഹം ഒരുപാട് പ്രശസ്തനായിട്ടുള്ളൊരു എഴുത്തുകാരനാണ്. അദ്ദേഹം ആ പ്രശസ്തിയുടെ നെറുകിലെത്തി നിൽക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ച് ഇങ്ങനെ പറയുന്ന ഒരു ഭാഗമാണ്. തൻ്റെ സ്വന്തം അനുഭവങ്ങളുടെ വിശദീകരണമാണ് ആ പാഠഭാഗത്തിലുള്ളത്. അദ്ദേഹം സ്കൂൾ ജീവിതം അനുഭവിച്ചത്, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ അമ്മായിയുടെ കൂടെ അല്ലേ ശാന്താത്യ,
അവരെ കൂടെ പഴക്കച്ചവടം നടത്താനായിട്ട് പുറപ്പെട്ടത്, പിന്നെ ഹോസ്റ്റലിൽ ചെന്ന് ചവറുകളുടെ കൂമ്പാരത്തിനിടയിൽ ജീവിച്ചത്, അതുപോലെ തന്നെ ഹോസ്റ്റലിൽ ചെന്ന് ജീവിക്കുമ്പോൾ മൈലുകൾ തോറും താണ്ടിക്കൊണ്ട് ഒരു പൊട്ടിയ ചെരുപ്പുമായിട്ട് ഈ ശാന്താത്യ വരുന്ന രംഗം, ഇതൊക്കെ നമ്മുടെ മനസ്സിന് സ്പർശിക്കുന്നതാണ്. പിന്നെ അതിൽ ഏറ്റവും വളരെ ഭീകരമായിട്ടുള്ളൊരു ദൃശ്യം നമ്മുടെ മനസ്സിലോർക്കും. നമ്മളിപ്പോൾ ഭക്ഷണമൊക്കെ വളരെ വേണ്ടാതെ വലിച്ചെറിഞ്ഞ് കളയുമ്പോൾ മാലിന്യ കൂമ്പാരത്തിൻ്റെ ഇടയിൽ നിന്നുകൊണ്ട് ആ വർണ്ണപ്പകിട്ടുള്ള ഒരു കടലാസ് പൊതി എടുത്തിട്ട് അത് തുറന്നു നോക്കുമ്പോൾ മനുഷ്യൻ്റെ വിസർജ്യമാണ് അതിൻ്റെ ഉള്ളിൽ പൊതിഞ്ഞിട്ടിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആലോചിക്കുക, നമ്മൾ എത്രമാത്രം ക്രൂരതയാണ് ചെയ്യുന്നത്. ഈ ചവറുകൾ പറക്കി ജീവിക്കുന്ന ആ മനുഷ്യരുടെ വേദനയിലേക്ക് കൂടി, ചപ്പുചവറുകൾ പെറുക്കി ജീവിക്കുന്നവർ മാത്രമല്ല, ഈ ജീവിതത്തിൽ നമുക്ക് വേണ്ടി ജീവിക്കുന്ന വേറെ കുറേ ആളുകളുണ്ട്. നമ്മൾ നമ്മുടെ സൗകര്യങ്ങൾക്ക് വേണ്ടി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആ കുട്ടി അത് പെറുക്കിയെടുക്കുകയും അത് വളരെ ആകാംക്ഷയോടുകൂടി തുറന്നു നോക്കുമ്പോൾ കുട്ടിക്കുണ്ടാവുന്ന ഒരു മാനസികമായിട്ടുള്ളൊരു വിഷമം. അപ്പോൾ ഇതൊക്കെ നമ്മൾ ആ പാഠം വായിക്കുമ്പോൾ നമുക്ക് വല്ലാതൊരു സങ്കടം തോന്നുന്നുണ്ടല്ലേ. നമ്മൾ ഇന്ന് ഈ കാലഘട്ടത്തിലും ഇങ്ങനെയുള്ള ആളുകൾ ഉണ്ടോ എന്ന് നമ്മൾ സംശയിക്കും. പക്ഷേ എവിടെയൊക്കെയോ തെരുവോരങ്ങളിലും അതുപോലെ തന്നെ ഉൾഗ്രാമങ്ങളിലും ഒക്കെ ഇതുപോലെ അറിയപ്പെടാത്ത ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെയുള്ള പ്രവർത്തികൾ ചെയ്യുമ്പോൾ അത്തരത്തിലുള്ളൊരു ബോധ്യത്തിലേക്ക് കൂടിയാണ് ഈ പാഠം നമ്മളെ വരെ. എന്ന് വെച്ചാൽ നമ്മൾ പാഠം പഠിക്കുന്നത് ഒരു ചോദ്യത്തിന് ഉത്തരം എഴുതുക എന്നതിനേക്കാൾ ഉപരിയായിട്ട് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ചില മൂല്യങ്ങൾ ഉണ്ടാക്കാൻ കൂടി വേണ്ടിയാണ്. അപ്പോൾ ആ പാഠഭാഗം അങ്ങനെ വളരെയധികം നമ്മുടെ മനസ്സിനെ സ്പർശിക്കുന്ന ഒരു പാഠമാണ്. അതിൽ ഏറ്റവും അവസാനം പറയുന്ന ഒരു രംഗമാണ് നിങ്ങൾ കുട്ടികളെ സംബന്ധിച്ച് ഏറ്റവും ഇഷ്ടമായിട്ടുണ്ടാവുക. സത്യസന്ധതയ്ക്ക് കിട്ടിയ ഒരു കൂലി 30 രൂപ കുട്ടിക്ക് വഴിയിൽ നിന്നും കളഞ്ഞു കിട്ടുമ്പോൾ ഈ കുട്ടി അത് തൻ്റെ പ്രധാന അധ്യാപകൻ്റെ കയ്യിൽ കൊണ്ടുകൊടുക്കുകയും ആ പ്രധാന അധ്യാപകൻ അസംബ്ലിയിൽ പറഞ്ഞ് ഏറ്റവും വലിയ സമ്മാനത്തിന് അർഹനാവുകയും ചെയ്തു. സമ്മാനം എന്ന് പറഞ്ഞാൽ വാക്കുകൾ കൊണ്ടുള്ള സമ്മാനം. ഏറ്റവും സത്യസന്ധനാണെന്ന് നമ്മളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം അത് തന്നെയാണ് അല്ലേ. അപ്പോൾ അത്രയും മിടുക്കനായിട്ടുള്ള ഒരു കുട്ടിയാണെന്ന് അവിടെ പറഞ്ഞുകൊണ്ടാണ് ആ പാഠം അവസാനിക്കുന്നത്. ഒരു ജീവിതത്തിൻ്റെ ഒരു ഉൾക്കാഴ്ചയിലേക്ക് വെളിച്ചം വീശുന്ന ഒരു പാഠമാണ്. പിന്നെ അശ്വമേധം കവിതയിലെ വരികൾ ഓർമ്മയുണ്ടോ? ആരൊരാളൻ കുതിരയെ കെട്ടുവാൻ, ആരൊരാളതിൻ മാർഗം മുടക്കുവാൻ, ദിഗ്വിജയത്തിനൻ സർഗശക്തിയാം ഇക്കുതിരയെ വിട്ടയക്കുന്നു ഞാൻ. ഈ കുതിരയെ ഞാൻ വിട്ടയക്കുകയാണ്. കുതിര എന്ന് പറയുന്നത് എന്തിൻ്റെ അർത്ഥമായിട്ടാണ് പറയുന്നത്? സർഗശക്തി. മനുഷ്യൻ്റെ സർഗശക്തിയെ കുറിച്ചാണ് എന്ത് പറയുന്നത്? ഈ കുതിരയാക്കിയിട്ട് മാറ്റിയിരിക്കുന്നത്. അപ്പോൾ അത് മനുഷ്യൻ്റെ സർഗശക്തി വളർന്നു വന്ന വഴികളെ കുറിച്ച് പറയുന്നുണ്ട്. എങ്ങനെയൊക്കെ വളർന്നു വന്നു? കാട്ടുപുൽച്ചോലയിലൊക്കെ വളർന്ന്, കാട്ടുചെടികൾക്കിടയിലൂടെ വളർന്ന് പുൽത്തണ്ട് നൽകി വളർത്തിയ മുത്തശ്ശിമാരെക്കുറിച്ച്, അത് നമ്മുടെ പ്രാകൃതമായിട്ടുള്ള ചില അനുഭവങ്ങളെക്കുറിച്ച്, നമ്മുടെ വായ്ത്താരികളെക്കുറിച്ച്, നമ്മുടെ ചരിത്രത്തെക്കുറിച്ച് ഒക്കെ സംസാരിച്ചുകൊണ്ട് ഇന്ന് നമ്മൾ എവിടെ എത്തി നിൽക്കുന്നു? നമ്മൾ ദിഗ്വിജയം നേടി നിൽക്കുന്നു അല്ലേ. പച്ച മണ്ണിൻ മനുഷ്യത്വമാണ് ഞാൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ കവിത അവസാനിക്കുന്നത്. എത്രയൊക്കെ പറഞ്ഞാലും നമ്മൾ പച്ച മണ്ണുമായിട്ട് ചേർന്ന് നിൽക്കുന്ന നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഒരു മനുഷ്യത്വമുള്ള ജീവിതത്തിലേക്ക് പോകണമെന്ന് പറഞ്ഞുകൊണ്ട് വയലാറാണ് പറഞ്ഞിരിക്കുന്നത്. ഏറ്റവും വിശ്വപ്രസിദ്ധനായിട്ടുള്ളൊരു കവിയാണ് വയലാർ രാമവർമ്മ. അദ്ദേഹത്തിൻ്റെ കവിതകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഒരു വിപ്ലവാത്മകമായിട്ടുള്ള കവിതകൾ രചിച്ച വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് നമ്മുടെ ഈ അശ്വമേധം എന്ന കവിതയിലൂടെ നമ്മൾ എപ്പോഴും എന്തുണ്ടാവണം? നമ്മുടെ വിജയം, ദിഗ്വിജയത്തിനായി പുറപ്പെട്ട വ്യക്തികളെക്കുറിച്ച്. അത് ഒറ്റ സുപ്രഭാതത്തിൽ നമുക്ക് വിജയം നേടിയിട്ടല്ല ഉണ്ടാവുക. എങ്ങനെ ഉണ്ടാവുക? കാലങ്ങളിലൂടെ വിജയിച്ചു വന്നു. അപ്പോൾ ഇദ്ദേഹത്തിന് നേടിയിട്ടുള്ള ഈ സർഗശക്തി എന്ന് പറയുന്ന ആ കഴിവ് എല്ലാവർക്കും ലഭിക്കുന്ന ഒരു സിദ്ധിയല്ല. സർഗാത്മകമായ കഴിവ്, എഴുതാനുള്ള കഴിവ് അല്ലെങ്കിൽ പ്രകടിപ്പിക്കാനുള്ള കഴിവ് എല്ലാവർക്കുമുള്ള കഴിവല്ല. പക്ഷേ ഇദ്ദേഹം ആ കഴിവ് നേടിയിട്ടുള്ളത് എങ്ങനെയാണ്? അത് ഇനി ചോർന്നു പോകാതെ പിൻതലമുറയിലേക്ക് ഇങ്ങനെ പടർത്തി കൊണ്ടുപോകണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ആ കവിത അവസാനിക്കുന്നത്. ഇനി കലകൾ കാവ്യങ്ങൾ എന്ന യൂണിറ്റിലെ 2 പാഠങ്ങളാണുള്ളത്. ഏതൊക്കെ പാഠങ്ങളാണ്? ഉരുളക്കിഴങ്ങ് തിന്നുന്നവര്, മൈക്കലാഞ്ചലോ മാപ്പ്. ഒന്നൊരു കഥയും ഒന്നൊരു കവിതയുമാണ്. അത് കഥ എന്ന് പറയുന്നത് ഉരുളക്കിഴങ്ങ് തിന്നുന്നവർ എന്ന് പറയുന്ന കഥയ്ക്ക് ഒരു പശ്ചാത്തലമുണ്ടല്ലോ, ഒരു ചിത്രവുമായി. അല്ലേ? അല്ല, വിൻസെന്റ് വാൻ ഗോഗിന്റെ ഒരു ചിത്രമാണ് അതിന് ആശ്രയമായിട്ടുള്ളത്. ഉരുളക്കിഴങ്ങ് തിന്നുന്ന ഒരു ചിത്രം ആ പാഠഭാഗം വായിക്കുമ്പോൾ തന്നെ നമുക്കറിയാം. പൊട്ടറ്റോ ഈറ്റേഴ്സ്. അതന്നെ. അപ്പോൾ ആ പൊട്ടറ്റോ ഈറ്റേഴ്സ് എന്ന ചിത്രത്തെ ആസ്പദമാക്കി ആരെഴുതിയ കഥയാണ്? സുഭാഷ് ചന്ദ്രൻ എഴുതിയിട്ടുള്ള കഥയാണ്. നോക്കൂ സുഭാഷ് ചന്ദ്രൻ്റെ കഥയല്ലേ? സുഭാഷ് ചന്ദ്രൻ എഴുതിയിട്ടുള്ള കഥയാണ് ഏത്? ഉരുളക്കിഴങ്ങ്
തിന്നുന്നവർ എന്ന കഥ. ആ ഉരുളക്കിഴങ്ങ് തിന്നുന്നവർ എന്ന കഥയിൽ ഖനിത്തൊഴിലാളിയായിട്ടുള്ള ഒരു വ്യക്തിയുടെ ജീവിതവും അദ്ദേഹത്തിന് അന്വേഷിച്ചു പോകുന്ന മിറൽ എന്ന കിഴവനെയും കുറിച്ചാണ് പറയുന്നത്. അത് കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തുമ്പോൾ ഈ ഖനിത്തൊഴിലാളിയായിട്ടുള്ള മകൻ മരിച്ചുപോയി എന്ന് പറയുന്നില്ല അല്ലേ. കഥയുടെ ഒരു പ്രത്യേകത, ഒരു കഥയിൽ ഇങ്ങനെ നമ്മളെ ആകാംക്ഷ ജനിപ്പിക്കുന്ന ഒരു കഥയാണിത്. മരിച്ചുപോയി എന്ന് പറയുന്നില്ല എങ്കിൽ പോലും നമുക്കത് മനസ്സിലാകുന്നു എന്താണ്, ഈ കഥാപാത്രം, ഈ മകൻ എന്ന കഥാപാത്രം അവിടെ മരിച്ചു പോയിരിക്കുന്നു. കാരണം മകനെ തേടിപ്പോയ അച്ഛൻ വളരെ വിഷമിച്ചുകൊണ്ടാണ് വീട്ടിലേക്ക് കയറി വരുന്നത്. ആ വിഷമാവസ്ഥകൾ അല്ലെങ്കിൽ ഇവരുടെ ദാരിദ്ര്യാവസ്ഥ മുഴുവൻ ആ ചിത്രത്തിലും ആ വായനയിലും ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒരു കുഞ്ഞു മകളുണ്ടായിൽ, പേരെന്താ, അന്ന എന്ന് പറയുന്ന മകള്. അവള് അച്ഛൻ വരുന്നതും കാത്ത് ക്രിസ്മസ് മുട്ടകളുമായിട്ട് വരുന്ന അച്ഛനെ കുറിച്ചൊക്കെ കുട്ടി പറയുന്നുണ്ട്. അമ്മ ജൂലിയാന എന്ന കഥാപാത്രം അല്ലേ. അമ്മയും ആ ഏറ്റവും അവസാനം ഇരുന്ന സ്ഥലത്ത് തറഞ്ഞു പോയിരിക്കുന്ന അമ്മ. എന്നുവെച്ചാൽ ഇനി ആ ഇരിപ്പിടത്തിലേക്ക് ആരും വരാനില്ല. മകൻ ഉരുളക്കിഴങ്ങ് പോലെ അല്ലെ, ഉരുളക്കിഴങ്ങ് തിന്നുന്നവർ എന്ന് പറയുന്നതിൻ്റെ ഒരു പ്രത്യേക പശ്ചാത്തലമുണ്ട്. ഉരുളക്കിഴങ്ങ് അതിൻ്റെ മുടിയും തൊലിയും ഒക്കെ പോയി എങ്ങനെയാണോ ഉരിഞ്ഞു പോയി കിടക്കുന്നത്, അതുപോലെ ഖനിത്തൊഴിലാളിയായി നിൽക്കുന്ന ആ മകൻ അവിടെ മരണപ്പെട്ടിരിക്കാം. ഖനിത്തൊഴിലാളിയായി നിൽക്കുമ്പോൾ ഇതൊക്കെ അടിഞ്ഞ് മേത്ത് വീണുകൊണ്ട് ഉരുളക്കിഴങ്ങ് എങ്ങനെ ചതഞ്ഞരഞ്ഞു കിടക്കുന്നു ആ ഒരു പോലെ ഒരു പക്ഷേ ആ മകൻ മരിച്ചിരിക്കാം എന്ന് കഥയിൽ നമ്മൾ പറയാതെ പറയുന്നുണ്ട് അല്ല. അതുപോലെ തന്നെ അതിലത്തെ ഓരോ സന്ദർഭങ്ങൾ വായിക്കുമ്പോൾ സമയം ഇറ്റിറ്റു വീഴുന്നു അല്ലേ. ഘടികാര സൂചിയിലൂടെ സമയം ഇറ്റിറ്റു വീഴുന്നതായിട്ട് നമുക്ക് തോന്നും. എങ്ങനെയാണ് അത്തരം സന്ദർഭങ്ങൾ, എങ്ങനെ ഇറ്റിറ്റു വീഴുന്ന ഒരു വെള്ളത്തുള്ളിയാണ്, സമയം എങ്ങനെ ഇറ്റിറ്റു വീഴും, അത് ആ ഒരു കഥാകാരൻ്റെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ ഇത്തരം സന്ദർഭങ്ങളെ കൂടി ചേർത്ത് വെച്ചുകൊണ്ട് വേണം അതിലെ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം എഴുതാനായിട്ട്. ഏറ്റവും അവസാനത്തെ പാഠം മൈക്കലാഞ്ചലോ മാപ്പ്. ആരെഴുതിയതാണ്? ONV കുറുപ്പ് എഴുതിയ മൈക്കലാഞ്ചലോ മാപ്പ് എന്ന ഒരു മനോഹരമായിട്ടുള്ള കവിതയാണ്. അത് എന്തിനെ കുറിച്ചാണ് അവിടെ പറയുന്നത്? മൈക്കലാഞ്ചലോ മാപ്പ് എന്ന കവിത. അത് ആ ശില്പം, ആ ശില്പത്തിന്റെ പ്രത്യേകത എന്താണ്? യേശുവിന്റെ ജഡം മറിയത്തിന്റെ മടിയിൽ കിടക്കുന്ന യേശുവിന്റെ ജഡം, പാതി കൂമ്പിയ കണ്ണുകൾ അല്ലേ, അങ്ങനെ ലില്ലിപ്പൂ പോലെ ഇങ്ങനെ കിടക്കുകയാണ്. അപ്പം അങ്ങനെ കിടക്കുന്ന ആ അമ്മയുടെ മടിയിൽ കിടക്കുന്ന മകന്റെ രൂപം നമ്മളിപ്പോൾ ചുറ്റുപാടുമൊക്കെ നടക്കുമ്പോൾ ഏതെങ്കിലും പള്ളിയുടെ ഫ്രണ്ടിലൊക്കെ കണ്ടിട്ടുണ്ടാവും അങ്ങനെയുള്ള രൂപങ്ങൾ. ആ രൂപം ഇതിന് എന്ത് സംഭവിക്കുന്നു? വളരെ മനോഹരമായിട്ടുള്ള ഒറ്റ വെണ്ണക്കല്ലിൽ തീർത്ത ശില്പമാണിത്. അത് ആരുടെ കലാവിരുതാണ്? മൈക്കലാഞ്ചലോ എന്ന ശില്പിയുടെ കരവിരുതിലൂടെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ശില്പമാണിത്. ആ ശില്പത്തെ കാണുവാൻ വേണ്ടി കവി എവിടെ പോകുന്നു? വത്തിക്കാൻ അല്ലേ. വത്തിക്കാനിലാണ് ഈ ശില്പമുള്ളത്. പക്ഷേ അതിനെക്കുറിച്ച് ധാരാളം പറഞ്ഞ് ഗൈഡൊക്കെ ഇദ്ദേഹത്തെ പറഞ്ഞു കേൾപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അവസാന സന്ദർഭത്തിൽ നമ്മൾ അവിടെ കാണുന്നു എന്തുണ്ടാവുന്നു? മയക്കുമരുന്നിന് അടിമപ്പെട്ട ഒരു യുവാവ് അത് തച്ചുടയ്ക്കുന്നു. അപ്പോൾ അതിൽ പറയുന്ന ഒരു പ്രത്യേക വരികളുണ്ട്. അതായത് ഈ കല്ല് ശില്പമാക്കിയത് ആരാണ്? മൈക്കലാഞ്ചലോ ഒരു വ്യക്തിയാണ്. ചുറ്റിക കൊണ്ട് അതിനെ തട്ടി അല്ലേ, വളരെ മനോഹരമായി. പക്ഷെ അതേ ചുറ്റിക കൊണ്ട് തന്നെ അതിനെ തകർക്കുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ ഈ മൈക്കലാഞ്ചലോയുടെ ഈ ശില്പത്തെ തകർത്തത് മാധ്യമ കണ്ണുകൾ മുഴുവൻ ഒപ്പിയെടുക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്താലും ഇന്നത്തെ സമൂഹത്തിൽ അതിനെ മാധ്യമ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയും അത് മറ്റുള്ളവരുടെ മുന്നിലേക്ക് കൊണ്ടുവരികയും അതിനെ ആർപ്പ് വിളിക്കുകയും അതിനെ കയ്യടിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹമുണ്ട് എന്നും കൂടി കണ്ടിട്ടാണ് നമ്മൾ ആ കവിത. അപ്പോൾ ഈ കവിതയിൽ മൈക്കലാഞ്ചലോയോട് കവി മാപ്പ് ചോദിക്കുന്നു. ഇത്രയും മനോഹരമായിട്ടുള്ള ശില്പം ഉണ്ടാക്കി വെച്ച മൈക്കലാഞ്ചലോയോട് മാപ്പ് ചോദിക്കുന്നത് എന്തിനാണ്? ആ തച്ചുടച്ച അതിൻ്റെ പേരിൽ മൈക്കലാഞ്ചലോയോട് മാപ്പ് ചോദിക്കുന്നതായിട്ടാണ് ആ കവിത അവസാനിക്കുന്നത്. ഒരു പാഠം നമ്മൾ ചർച്ച ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു ഇത് പ്രലോഭനം. അത് രണ്ടാമത്തെ യൂണിറ്റിലാണ് അല്ലേ? രണ്ടാമത്തെ അല്ല, മൂന്നാമത്തെ യൂണിറ്റിലെ ഏറ്റവും പ്രധാന പാഠമാണ് പ്രലോഭനം എന്ന് പറയുന്നത്. പ്രലോഭനം ആരുടെയാ? ഉണ്ണായി വാര്യർ. മറന്നുപോയാ? ഉണ്ണായി വാര്യർ എഴുതിയിട്ടുള്ള ആട്ടക്കഥയിൽ നിന്നും എടുത്ത ഒരു ഭാഗമാണ് പ്രലോഭനം അല്ലേ. ഏത് ആട്ടകഥ? നളചരിതം ആട്ടകഥയിൽ നിന്നെടുത്ത ഒരു ഭാഗമാണ് ഏതാണ്? പ്രലോഭനം. ആ പ്രലോഭനം എന്ന തലക്കെട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പ്രലോഭിപ്പിക്കുകയാണ് അല്ലെ. ഇന്നത്തെ കാലം അങ്ങനെയാണ് അല്ലേ, പലതും കാണിച്ച് പ്രലോഭിപ്പിക്കും. ഇവിടെ ആരാ പ്രലോഭിപ്പിക്കുന്നത്? പുഷ്കരൻ. ആര്? കലി പ്രലോഭിപ്പിക്കുന്നു. എന്തൊക്കെ കാരണങ്ങൾ പറഞ്ഞാ കലി പ്രലോഭിപ്പിക്കുന്നത്? അത് അവകാശങ്ങള്, പിന്നെ ചൂത് കളിക്കാനായിട്ട്. അതായത് നീ യഥാർത്ഥ രാജാവാണ്, പക്ഷെ രാജാവിൻ്റെ ഒരു ആനുകൂല്യങ്ങളും
കിട്ടിയിട്ടില്ല. അതിനൊരു സന്ദർഭം ഉണ്ടായിരുന്നു ഈ പ്രലോഭിപ്പിക്കാൻ. ഇദ്ദേഹം പറയുന്നു, ഞാൻ ദൂരെ നിന്ന് ആരും വരികയില്ല നമ്മെ കാണാൻ, അല്ലേ? ദൂരത്തു നിന്നും വരികയാണ് ഇദ്ദേഹം എന്ന് മനസ്സിലായി. പക്ഷെ ദൂരത്തു നിന്നും ആരും എന്നെ കാണാൻ വരില്ല, നീ എന്തിനാണ് ഇവിടെ വന്നതെന്ന് പുഷ്കരനോട് ചോദിക്കുന്നു. അപ്പൊ ഇതിന്റെ സന്ദർഭം എന്താണ്? എന്തുകൊണ്ടാണ് ഈ പുഷ്കരന്റെ അടുത്തേക്ക് കലി വരാൻ കാരണം? നളനും തമ്മിലുള്ള വിവാഹം നടന്നു. അപ്പൊ അതില് കുപിതനായി ആര്? കലി. എന്തുകൊണ്ടാണ്? കലിക്ക് ദമയന്തിയെ വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ അത് നടന്നില്ല. അതുകൊണ്ട് കുപിതനായ കലി ഇവരെ നളനെ വനവാസത്തിന് അയക്കാൻ വേണ്ടിയും രാജ്യം കൈക്കലാക്കാൻ വേണ്ടിയുമാണ് വരുന്നത്. അപ്പോൾ പറ്റിയ ഒരാളെ കിട്ടി. ആര്? പുഷ്കരൻ. പുഷ്കരൻ തൻ്റെ വിഷമങ്ങളൊക്കെ തന്നെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ പ്രലോഭിപ്പിക്കാൻ പറ്റിയ ആളാണ് പുഷ്കരൻ എന്ന് മനസ്സിലാവുകയും കലി പുഷ്കരനെ പ്രലോഭിപ്പിച്ചുകൊണ്ട് എന്നെ ചൂതിനായി പണയം വെക്കാൻ പറയുന്നു. അപ്പോൾ ഇദ്ദേഹം പറയുന്നുണ്ട്, നമുക്കില്ല നാടും നഗരവും, അല്ലേ? ഒന്നുമില്ല, എനിക്ക് വെൺകൊറ്റക്കുടയില്ല, ചാമരമില്ല, ഒന്നുമില്ല. അപ്പോൾ പറ്റിയ സന്ദർഭം മനസ്സിലാക്കിക്കൊണ്ട് കലി പ്രവേശിക്കുന്നു. അങ്ങനെ പ്രലോഭിപ്പിച്ച് പണയം തന്നെ വെക്കാൻ പറഞ്ഞിട്ട് എന്ത് ചെയ്യാൻ പറയുന്നു? നളനെ വനഭൂമിയിലേക്ക് വിടാനും നീ രാജ്യാധികാരം ഏറ്റെടുക്കാനും പറഞ്ഞുകൊണ്ട്. അപ്പം ഈ കലി എന്ന കഥാപാത്രവും ഇതുപോലെ തന്നെ പ്രലോഭിപ്പിക്കാനായി നമ്മുടെ ചുറ്റിനും നടക്കുന്ന ചില ആളുകളുടെ രൂപത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇത്രയും പാഠഭാഗങ്ങളാണ് നമ്മൾ കുറച്ച് സമയം കൊണ്ട് കടന്നു പോയിട്ടുള്ളത്. അപ്പോൾ ശരിക്കും ഗഹനമായിട്ടുള്ള പാഠഭാഗങ്ങളൊക്കെ തന്നെ നമ്മുടെ കയ്യിലുണ്ട്. പക്ഷെ വളരെ നല്ല രീതിയിൽ മനസ്സിലാക്കി പോയാൽ നന്നായിട്ട് ഉത്തരം എഴുതാൻ കഴിയുന്ന ചോദ്യങ്ങളാണ്, അല്ലേ? എല്ലാ ചോദ്യങ്ങളും നമ്മളൊന്ന് മനസ്സിലാക്കുക, നമ്മുടെ മനസ്സിലേക്ക് എടുത്തു കഴിഞ്ഞാൽ അതുപോലെ ആ എഴുതിയ ആളുകളുടെ പേര് പഠിക്കുക, അതിൽ പ്രധാന കഥാപാത്രങ്ങൾ ആരൊക്കെയാണെന്ന് മനസ്സിലാക്കുക. അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ സന്ദർഭം ഒന്ന് മനസ്സിലാക്കുക. അങ്ങനെ ഇങ്ങനെ ഒരു ക്രമീകരിച്ചുകൊണ്ട് നമ്മളതിനെ പഠിച്ചു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ വളരെ കുറച്ച് സമയമുള്ളൂ പരീക്ഷയ്ക്ക്. അപ്പോൾ ഓരോ പാഠങ്ങളും എടുത്തുകൊണ്ട് നമ്മൾ ചെറിയൊരു ഷോർട്ട് നോട്ട് ഉണ്ടാക്കുക. ഓരോ പാഠവും വെച്ചുകൊണ്ട് അത് എഴുതിയതാര്, അതിൻ്റെ പ്രധാന ആശയം എന്ത്, അതിലെ പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയെന്ന് ചോദിച്ചുകൊണ്ട് ചെറിയ ഷോർട്ട് നോട്ടുകൾ നമ്മൾ ഉണ്ടാക്കി വയ്ക്കുക. അപ്പോൾ നമുക്ക് പരീക്ഷയുടെ തലേദിവസം ഒന്നിങ്ങനെ മറച്ചു വയ്ക്കിയാൽ തന്നെ നമുക്കത് വളരെ വേഗത്തിൽ മനസ്സിലാക്കാനായിട്ട് കഴിയും. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഇപ്പോൾ തോന്നുന്നുണ്ടോ മലയാളം പരീക്ഷ എളുപ്പമാക്കാമെന്ന്? തോന്നുന്നുണ്ടോ? ഒരു ആത്മവിശ്വാസം വന്നോ? ഫസ്റ്റ് പരീക്ഷ മലയാളം ആയതുകൊണ്ട് അത് വളരെ ആത്മവിശ്വാസത്തോടു കൂടി എഴുതിയാലേ മറ്റുള്ള പരീക്ഷയ്ക്ക് നമുക്ക് ആത്മവിശ്വാസം കിട്ടുള്ളൂ. പിന്നെ അത് ഏറ്റവും പ്രധാന പ്രത്യേകത ടീച്ചർ ആദ്യം തന്നെ പറഞ്ഞു, അതായത് സമയനിഷ്ഠയോടുകൂടി പരീക്ഷ എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. അതായത് 6 മാർക്കിൻ്റെ ചോദ്യത്തിന് 15 മിനിറ്റ് വീതം എടുക്കുക. അപ്പോൾ അരമണിക്കൂർ നമ്മുടെ കഴിഞ്ഞു. പിന്നെ നമുക്കുള്ളത് 1 മണിക്കൂറാണ്. ആ 1 മണിക്കൂറിൽ 4 മാർക്കിൻ്റെ ചോദ്യങ്ങൾക്ക് ഒരു 7 മിനിറ്റ് വീതം ഓരോ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതാനായിട്ട് എടുക്കാം. അപ്പോൾ 7 മിനിറ്റ് വീതം 5 ചോദ്യങ്ങൾക്ക് 35 മിനിറ്റ്. പിന്നെ നമ്മുടെ കയ്യിൽ എത്രയേ ഉള്ളൂ? 2 മാർക്കിൻ്റെ ചോദ്യങ്ങളും 1 മാർക്ക്. അതിനൊക്കെ ഓരോ മിനിറ്റ് ധാരാളമായി. അപ്പോൾ ഒന്ന് ക്രമപ്പെടുത്തി പഠിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമുക്ക് A+ അല്ല 40-ൽ 40 A+ എന്ന് പറയുന്നത് നമുക്കൊരു ഇതാണല്ലേ, ഒരു 36 മാർക്ക് എന്നുള്ളത്. ഇവിടെ മാർക്കല്ല മാനദണ്ഡം, നമുക്ക് മുഴുവൻ മാർക്കും സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു വിഷയമാണ് മലയാളം. അപ്പോൾ ഇത്തരത്തിൽ നന്നായിട്ട് പഠിച്ച് പരീക്ഷ എഴുതാൻ ശ്രമിക്കുക എന്നല്ല, പരീക്ഷ എഴുതണം, നല്ല ഉയർന്ന സ്കോർ വാങ്ങിക്കാനായിട്ട് സാധിക്കും. ടീച്ചർ കുറേ ഡൗട്ടുകൾ ഉണ്ടായിരുന്നു, അത് ഇപ്പൊ ചർച്ച ചെയ്തതിലെല്ലാം മാറി. പിന്നെ നല്ല ആത്മവിശ്വാസത്തോടെ പരീക്ഷ എഴുതാൻ പറ്റും, നല്ല മാർക്കോടെ ജയിക്കാൻ പറ്റും. ഇത്ര നേരം ക്ലാസ് എടുത്തതിനും കാര്യങ്ങൾ പറഞ്ഞു തന്നതിനും നന്ദി. അപ്പോൾ എന്തായാലും ഞാനും നിഹാലും കൂടെ കുറച്ചധികം സമയം മലയാള പാഠങ്ങളെക്കുറിച്ച് കുറേ നേരം നമ്മൾ ഒരു ചർച്ച നടത്തി. കുറേ ചോദ്യങ്ങൾ നിഹാൽ എന്നോട് ചോദിച്ചു, കുറേ ചോദ്യങ്ങൾക്ക് നമുക്ക് ഉത്തരം പറഞ്ഞു കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഇതിനോടനുബന്ധമായിട്ടുള്ള ചോദ്യങ്ങൾ, ക്വസ്റ്റ്യൻ പേപ്പറുകൾ, മുൻ വർഷങ്ങളിലെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ നോക്കി നിങ്ങൾ പഠിക്കാൻ തയ്യാറാവുക. ഈ ആവർത്തനം തന്നെയായിരിക്കും മിക്കവാറും ചോദ്യങ്ങൾ. കുറച്ച് ചിലപ്പോൾ 2 മാർക്കിൻ്റെ ചോദ്യം 4 മാർക്കിൻ്റെ ചോദ്യമായിട്ടോ, അല്ലെങ്കിൽ 4 മാർക്കിൻ്റെ ചോദ്യം 6 മാർക്കിൻ്റെ ചോദ്യമായിട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയിട്ടായിരിക്കും മിക്കവാറും ചോദ്യങ്ങൾ വരിക. ഒരു ഭയപ്പാടുമില്ലാതെ എല്ലാവരും ആത്മവിശ്വാസത്തോടു കൂടി പരീക്ഷ എഴുതുക. എല്ലാവരും നല്ല മാർക്ക് വാങ്ങിക്കുമെന്ന് 100% ഉറപ്പാണ്. എല്ലാവർക്കും പരീക്ഷ എഴുതുന്നതിനുള്ള ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.